ഇന്ന് പകലിലും ശാന്തമായി ദൈവാത്മാവിൻ്റെ ഹൃദയത്തിൽ തന്ന വലിയ ദൂത്, അങ്ങനെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അമ്മയുടെ ഒരു വലിയ ദൂത് ഞാൻ നിങ്ങളോട് കൈമാറാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നാം കുറിവാക്യമായി വായിച്ചത് ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായം അതിൻ്റെ 30-ാമത്തെ വാക്യമാണ്. ഞാൻ ഒരിക്കൽ കൂടെ വായിക്കുന്നു. ഞാൻ ദൈവത്തെ മുഖാമുഖമായി കണ്ടിട്ട് എനിക്ക് ജീവഹാനി വന്നില്ല എന്ന് യാക്കോബ് പറഞ്ഞത് ആ സ്ഥലത്തിന് പെനിയേൽ എന്ന് പേരിട്ടു. മതി. ആഴമേറിയ ഒരു ചിന്തയാണ്. ഞാൻ ഇന്ന് പകൽക്കാലം നിങ്ങളോട് കൈമാറാൻ പോകുന്നൊരു ദൂതിൻ്റെ പ്രത്യേകത അല്ലെങ്കിൽ ദൂതിൻ്റെ ഒരു തലക്കെട്ട് ഇങ്ങനെയാണ്: ദൈവത്തെ ചലിപ്പിക്കുന്നൊരു തലമുറ എഴുന്നേൽക്കട്ടെ. പ്രിയരെ, ഇന്ന് പകൽക്കാലം എൻ്റെ ചോദ്യം സിമ്പിളാണ്. ദൈവത്തെ നമുക്ക് ചലിപ്പിക്കാൻ കഴിയുമോ? ദൈവത്തെ നമുക്ക് ചലിപ്പിക്കാൻ കഴിയുമോ? അടുത്തിരിക്കുന്ന വ്യക്തിയെ നമുക്ക് ഒരു പക്ഷേ ഒന്ന് കുലുക്കി കഴിഞ്ഞാൽ അവർ ചലിക്കും. അങ്ങനെ ദൈവത്തെ ചലിപ്പിക്കാൻ കഴിയുമോ? പ്രിയരെ, ഇന്ന് പകൽക്കാലം നാം ദൈവമെന്നൊക്കെ വിശ്വസിക്കുമ്പോൾ, ദൈവത്തിൻ്റെ കോൺസെപ്റ്റുകൾ നാം വിശ്വസിക്കുമ്പോൾ, ബൈബിളിനകത്തൊരു കാര്യം പറയുന്നുണ്ട്. ദൈവത്തിൻ്റെ സിംഹാസനം സ്വർഗത്തോളം, സ്വർഗം എൻ്റെ, ഭൂമി എൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രത്തോളം വലിയവനായ ദൈവത്തെ, ഓൾമൈറ്റി ഗോഡ്, സർവശക്തനായ ദൈവത്തെ നമുക്ക് ചലിപ്പിക്കാൻ കഴിയുമോ? നമ്മളൊക്കെ പ്രാർത്ഥനകളിൽ ഉരുവിടുന്ന ഒരു പദമുണ്ട്: കർത്താവേ, ഞങ്ങൾ പുഴുവാണ്, ചാരത്തിന് തുല്യമാണ്, ഏതുമില്ല, ഒന്നുമില്ല. നമ്മളൊക്കെ പറയുന്ന പദങ്ങളാണ്. അങ്ങനെയുള്ള ഒരു മനുഷ്യന് ദൈവത്തെ ചലിപ്പിക്കാൻ കഴിയുമോ? പ്രിയരെ, വചനത്തിനകത്ത് വ്യത്യസ്തമായ ചിന്തകളുണ്ട്. വചനത്തിനകത്ത് നാം പഠിച്ചു കഴിഞ്ഞാൽ വ്യത്യസ്തമായ ചിന്തകളുണ്ട്. ഈ പകൽക്കാലം കേവലം ഈ ചെവി കൊണ്ട് കേട്ട് ഈ ചെവി കൊണ്ട് കളയുന്ന ഒരു പ്രസംഗമായി മാറരുത്. നിങ്ങളുടെ പ്രാക്ടിക്കൽ ലൈഫിനകത്ത്, നിങ്ങളുടെ വിശ്വാസ ജീവിതത്തിനകത്ത് ഇത് അപ്ലൈ ചെയ്യണം. ഇത് അപ്ലൈ ചെയ്യണം. കാലങ്ങൾ കഴിയുമ്പോൾ നിങ്ങൾ ഇതുപോലെയുള്ള വേദികൾക്കകത്ത്, എന്തിനേറെ നമ്മുടെ സഭയിൽ പോലും വന്ന് സാക്ഷ്യം പറയത്തക്ക രീതിയിൽ ഒരു ദൈവത്തിൻ്റെ വലിയ വിടുതലുണ്ടാകും. വിശ്വസിക്കുന്നവർ നന്നായി ഒന്ന് സ്തുതിച്ചാട്ടെ, ആ കരം വീശി ഒന്ന് സ്തുതിച്ചാട്ടെ, ശബ്ദമുയർത്തി ഒന്ന് സ്തുതിച്ചാട്ടെ, കാഹളം പോലെ ശബ്ദമുയർത്തി ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. പ്രിയരെ, വേദപുസ്തകം പഠിച്ചു കഴിഞ്ഞാൽ ദൈവത്തെ പരീക്ഷിക്കാൻ കഴിയുമോ? ദൈവത്തെ പരീക്ഷിക്കാൻ കഴിയുമോ? ഞാൻ പറഞ്ഞു, സ്വർഗം എൻ്റെ, സിംഹാസനം, ഭൂമി എൻ്റെ പാദപീഠമെന്ന് പറയുന്ന ദൈവത്തെ നമുക്ക് പരീക്ഷിക്കാൻ കഴിയുമോ? കേവലം മനുഷ്യനായ ഒരു വ്യക്തിക്ക് ദൈവത്തെ പരീക്ഷിക്കാൻ കഴിയുമോ? പ്രിയരെ, ദൈവത്തെ പരീക്ഷിക്കാൻ ഒറ്റ വ്യവസ്ഥയുള്ളൂ. ദൈവം തന്നെ പറയുന്നുണ്ട്, എന്നെ പരീക്ഷിക്കണോ, നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ദശാംശത്താലും വഴിപാടിനാലും നിങ്ങളെ എന്നെ ഒന്ന് പരീക്ഷിച്ച് നോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തെ പരീക്ഷിക്കാൻ ഒരു വഴിയേ ഉള്ളൂ. ദൈവരാജ്യത്തിനു വേണ്ടി വിതച്ച് നിൽക്കുകയാണ്. അങ്ങനെ പരീക്ഷിക്കുന്നവർക്കാ ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുക. ഇന്ന് പകൽക്കാലം അങ്ങനെ പരീക്ഷിച്ച് ദൈവത്തിന് അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും, അല്ലെങ്കിൽ എന്തിനേറെ പറയുന്നു, ഉയർച്ചകൾ പ്രാപിച്ച ഒത്തിരി പേരുണ്ട്. നമ്മൾ പരീക്ഷിക്കുന്നില്ല, നമ്മൾ അനുഗ്രഹം പ്രാപിക്കുന്നില്ല. ഞാൻ എപ്പോഴും പറയും, മിനിസ്ട്രി എന്ന് പറയുന്നത് ദൈവദാസന്മാരായാലും വിശ്വാസികളായാലും ഇങ്ങോട്ട് ലഭിക്കുന്നതല്ല മിനിസ്ട്രി, ഉള്ളത് അങ്ങോട്ട് കൊടുക്കുന്നതാണ് മിനിസ്ട്രി. ഹല്ലേലൂയ. ഉള്ളത് അങ്ങോട്ട് വിതച്ചിട്ടാണ് ശുശ്രൂഷ ചെയ്യേണ്ടത്. എന്തെങ്കിലും പ്രാപിക്കാമെന്ന് കരുതി ആരും ഈ പകൽ ആലയത്തിൽ വരരുത്. ദൈവം തന്നത് ചിലത് വിതച്ചിട്ട് പോകണം. അവിടെയാണ് ദൈവത്തെ നമുക്ക് പരീക്ഷിക്കാൻ കഴിയുന്നത്. അവിടെ അങ്ങനെ ദശാംശത്താലും വഴിപാടിനാലും പരീക്ഷിച്ച് ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിച്ച ഒരു തലമുറ നമ്മെ പഴയ നിയമത്തിനകത്തും പുതിയ നിയമത്തിനകത്തും നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ. എൻ്റെ സബ്ജക്റ്റ് അതൊക്കെയല്ല ഞാൻ പറഞ്ഞത്. ദൈവത്തെ പരീക്ഷിക്കാൻ ദൈവത്തെ പരീക്ഷിക്കാൻ ഒരു മനുഷ്യന് കഴിയും. നിങ്ങളെല്ലാം പരീക്ഷിക്കുന്നവരായതുകൊണ്ട് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. പരീക്ഷിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് പരീക്ഷിച്ച് നോക്ക്, അവിടം കൊണ്ട് നിർത്തുക. ദൈവത്തെ പരീക്ഷിക്കാൻ ഒരു മനുഷ്യന് കഴിയും. എൻ്റെ ചോദ്യം, ദൈവത്തെ പരീക്ഷിക്കാൻ കഴിയുമെങ്കിൽ ദൈവത്തെ ചലിപ്പിക്കാൻ കഴിയുമോ? ഹല്ലേലൂയ.
പ്രിയരെ, എല്ലാവരും ചലിപ്പിക്കാൻ നോക്കിയാൽ ചലിക്കുന്നവനല്ല എൻ്റെ ദൈവം. ഈ വേദപുസ്തകത്തിനകത്ത് ഉൽപ്പത്തി മുതൽ വെളിപ്പാട് പുസ്തകം വരെ പഠിച്ചു കഴിഞ്ഞ പലരും ദൈവത്തിന് പ്രസാദകരമായി നടന്നു. പക്ഷേ അവരുടെ മുൻപിലൊന്നും ദൈവം ചലിച്ചില്ല. ആമേൻ, ഹല്ലേലൂയ. ദൈവം പറയുകയാണ്, ഞാൻ സ്നേഹമാണ്, എനിക്ക് എല്ലാവരോടും സ്നേഹമാണ്. എല്ലാവരോടും ദൈവത്തിന് സ്നേഹമുണ്ട്. പക്ഷേ സ്നേഹമുള്ള എല്ലാവർക്കും ദൈവത്തെ ചലിപ്പിക്കാൻ കഴിയില്ല. ആമേൻ, ഹല്ലേലൂയ. ഞാൻ സകലതും അറിയുന്നവനാണ്. എല്ലാവരെയും ദൈവത്തിന് അറിയാം. പക്ഷേ അറിയാവുന്ന എല്ലാവർക്കും ദൈവത്തെ ചലിപ്പിക്കാൻ കഴിയില്ല. ദൈവത്തെ ചലിപ്പിക്കാൻ കഴിയില്ല. പക്ഷെ ഞാൻ ആത്മാവിലൊരു ദൂത് കൈമാറാം. പക്ഷെ ദൈവത്തെ ചലിപ്പിച്ച ചിലരുണ്ട് ബൈബിളിൽ. ദൈവത്തെ ചലിപ്പിച്ച ചിലരുണ്ട് ബൈബിളിനകത്ത്. ഈ പകൽക്കാലം ഒരു ദൂതും പിടിച്ചില്ലേലും ദൈവത്തോട് പറയണം, കർത്താവേ, ഈ തലമുറയിൽ അങ്ങയൊന്ന് ചലിപ്പിക്ക. എൻ്റെ മേലൊരു നിയോഗത്തോട് പുറത്തു പോകാനുള്ളൊരു അഭിഷേകം ഇന്ന് പകൽ എൻ്റെ മേലൊന്ന് കൈമാറണമേ. ഇന്ന് പകൽ അങ്ങനൊരു അഭിഷേകം ചലിച്ച ഈ പകൽ ദൈവത്തെ നീ ചലിപ്പിച്ച നീ ചരിത്രമായി മാറ്. ദൈവത്തിന്റെ മർമ്മങ്ങള് നിന്റെ മുൻപിൽ തുറന്നു വയ്ക്കൂ. പ്രിയരെ, നമ്മൾ 21 ഉപവസിക്കുന്നവരാണ്, 40 ഉപവസിക്കുന്നവരാണ്, 3 ഉപവസിക്കുന്നവരാണ്, 7 ഉപവസിക്കുന്നതാണ്, 3 കഠിന ഉപവസിക്കുന്നവരാണ്, 7 കഠിനമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതരത്തിലുള്ള ഉപവാസമുണ്ട്. ജീസസ് ഫാസ്റ്റിംഗ് എന്നൊക്കെ പറയാം. യേശുവിൻ്റെ ഉപവാസം. യേശുവിൻ്റെ ഉപവാസത്തിൻ്റെ പ്രത്യേകത എനിക്ക് തോന്നുന്നു ഇതിനകത്തിരിക്കുന്ന ആരും എടുക്കാൻ സാധ്യത ഇല്ല. യേശുവിൻ്റെ പ്രത്യേകത, യേശു എടുത്ത ഉപവാസത്തിൻ്റെ പ്രത്യേകത, മോശ എടുത്ത ഉപവാസത്തിൻ്റെ പ്രത്യേകത, ഉപവാസിക്കാൻ കയറി പിന്നെ ഇറങ്ങുന്നത് വരെ പിന്നെ ഇറങ്ങുന്നത് വരെ ലോകമായ ഒരു ബന്ധവും ഇല്ല. കുളിച്ചു എന്ന് പോലും വചനത്തിനകത്ത് തെളിവില്ല. എന്ന് പറഞ്ഞാൽ ഇരുന്നത് മൊത്തം ദൈവസാന്നിധ്യത്തില്ല. എന്ന് പറഞ്ഞാൽ ആഹാരമില്ല, വെള്ളം കുടിക്കാതെ 40 നമുക്ക് പിടിച്ചു നിൽക്കാൻ കൂടിപ്പോയ ഒരു 3 എനിക്കറിയാം. ദൈവദാസനൊക്കെ 7 ഇരുന്നത് എൻ്റെ ഓർമ്മയിൽ ഉണ്ട്. ഞാനും 3 വരെയൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട്. യേശു ഇരുന്നത് 40 ദിവസം വെള്ളം പോലും ഇരുന്നാണ്. നമ്മൾ പറയുന്നുണ്ട് യേശു 40 ഇരുന്നത് കൊണ്ട് അതുപോലെ ഞാനും 40 അതുപോലെ ഇരിക്കണമെങ്കിൽ ഇച്ചിരി ഞാൻ അവിടെ കൊണ്ട് നിർത്തുക. മോശ ഇരുന്നത് അതുപോലത്തെ ഉപവാസ. മോശ 2 പ്രാവശ്യം ഇരുന്നു. യേശു 1 പ്രാവശ്യം ഇരുന്നു. അങ്ങനെ ഉപവസിച്ചവന് വേണ്ടിയാണ് ദൈവം ചലിച്ചത്. അമ്മേൻ, ഹല്ലേലൂയ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപവസിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും നമുക്ക് നേടിയെടുക്കാൻ കഴിയാത്ത ചിലതിനെ ദൈവത്തെ ചലിപ്പിച്ച് നമുക്ക് നേടിയെടുക്കാൻ കഴിയും. ഹല്ലേലൂയ. വേദപുസ്തകത്തിനകത്ത് ഒത്തിരി ദൈവത്തെ ചലിപ്പിച്ച ഭാഗങ്ങളുണ്ട്. ഒന്ന്, ഞാൻ എൻ്റെ പ്രസംഗത്തിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് ഒരു കാര്യം ഞാൻ പറയാം. 2 തരത്തിൽ ഞാൻ വേദപുസ്തകം പഠിച്ചപ്പോൾ 2 തരത്തിൽ ദൈവത്തെ ചലിപ്പിച്ചവരുണ്ട്. ഒന്ന്, അവരുടെ പ്രവൃത്തി കൊണ്ട് ദൈവത്തെ ചലിപ്പിച്ചവരുണ്ട്. 2, അവരുടെ വാക്കുകൊണ്ട് ദൈവത്തെ ചലിപ്പിച്ചവരുണ്ട്. ഇന്ന് പകൽക്കാലം നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. ഒന്നും തിരഞ്ഞെടുത്തില്ലെങ്കിലും വിഷയമില്ല. പക്ഷേ എടുത്തു കഴിഞ്ഞാൽ നിന്റെ ചരിത്രം തിരിയും. അടുത്ത ഞായറിൽ കാലഘട്ടങ്ങൾ കഴിയുമ്പോൾ ഇന്നിന്റെ അവസ്ഥയിൽ നീ ജീവിക്കത്തില്ല. അഗതിയെ കുപ്പയിൽ നിന്ന് ഉയർത്തി രാജാക്കന്മാരുടെ ഇടയിൽ ഇരുത്തുന്നത് പോലെ ദൈവത്തിന്റെ വിസിറ്റേഷനുകൾ നിന്റെ ജീവിതത്തിൽ വെളിപ്പെടണമെങ്കിൽ ദൈവത്തെ ചലിപ്പിക്കുന്നവരായി മാറണം. ഇന്ന് പകൽ ആത്മനിയോഗമുള്ളവർ പ്രാർത്ഥനയോ അപരം തുറമ്മ പ്രാർത്ഥിക്കണം. ചുമ്മാ കൈയടിക്കരുത്, ചുമ്മാ അന്യഭാഷ പറയരുത്. അകം തിളച്ചിട്ട് പറയണം, കർത്താവേ, ദൈവത്തെ ചലിപ്പിക്കുന്ന ഒരുവനോ ഈ തലമുറയിൽ മാറാനുള്ളൊരു ദൈവകൃപ എൻ്റെ മേലൊന്ന് കൈമാറണമേ. വിശ്വസിക്കാമെങ്കിൽ കരമടിച്ച് വായ്കളെ തുറന്ന് എൻ്റെ ദൈവത്തിന് ആരാധന കൊടുത്തോട്ടെ. വൈഡമാന ഹർത്തരാധരം ശബാല ഘടകബാര. പ്രിയരെ, വചനം പറയുന്നു ദൈവത്തെ 2 തരത്തിൽ ചലിപ്പിച്ചവരുണ്ട്. ഞാൻ ഫോക്കസ് ചെയ്യുന്നത് 2ാമത്തെ പാർട്ടാണ്. 1ാമത്തെ പാർട്ടിൽ പ്രവൃത്തി കൊണ്ട്, അവർ ചെയ്ത ക്രിയ കൊണ്ട് ദൈവത്തെ ചലിപ്പിച്ചവരുണ്ട്. ഹല്ലേലൂയ. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഒരു ഉദാഹരണം മാത്രം പറഞ്ഞ് അവിടെ നിന്ന് നാം തിരിച്ചു വരാം.
പ്രവർത്തി കൊണ്ട് ചലിപ്പിച്ചത് വലിയ പുരുഷാരം ആമെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന പുരുഷാരം. അതിൻ്റെ മധ്യത്തിലൂടെ യേശു പോകുകയാണ്. ആമെ പല വൈദ്യനാൽ ചികിത്സിച്ച ഒരു മറുപടിയില്ലാത്ത ഒരു രക്തസ്രാവം പിടിച്ചൊരു സ്ത്രീ അവള് ദൈവത്തെ വിളിക്കുകയല്ല ചെയ്തത്, അവിടെ വായ് കൊണ്ട് പറയുകയല്ല ചെയ്തത്. അവളുടെ വിശ്വാസം പ്രവൃത്തിയിൽ വന്നു. യേശു നടന്നുപോയപ്പോ യേശുവിൻ്റെ പിന്നാലെ ആ തിരക്കിനുമിടയിൽ അവരെയെല്ലാം വകഞ്ഞു മാറ്റിയിട്ട് യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലൊന്ന് തൊട്ടു. അവൾ ദൈവത്തിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ടപ്പോ യേശു നിന്നു. അവൾ പ്രവർത്തിച്ചപ്പോ ദൈവത്തിൻ്റെ ചലനം അവിടെ വെളിപ്പെട്ടു. യേശു നിന്നു. വർഷങ്ങൾ പഴക്കമുള്ള രക്തസ്രാവത്തിൻ്റെ രോഗത്തെ എൻ്റെ ദൈവം അപ്പോൾ സൗഖ്യമാക്കി. അവളോട് പറഞ്ഞു, വിശ്വസ്തമായി പോയിക്കൊള്ളുക എന്ന് പറഞ്ഞെങ്കിൽ ഇന്ന് പകൽ നിന്റെ പ്രാർത്ഥനയ്ക്ക്, നിന്റെ പ്രവർത്തിക്ക് നിനക്ക് സൗഖ്യത്തെ കൊണ്ടുവരാൻ ആശയം പ്രിയരെ, മരണകരമായ രോഗത്തിൽ നിന്ന് അവളുടെ പ്രവൃത്തി കൊണ്ട് ദൈവത്തെ ചലിപ്പിച്ചപ്പോ അവളുടെ മരണക്കിടക്കയെ മാറ്റി എഴുതാ. എൻ്റെ അരുമനാഭൻ അവിടെ നിന്നെങ്കിൽ ഈ പകൽ ഞാൻ പ്രസംഗിക്കുമ്പോ ഈ ഹാളിനകത്തു മാത്രമല്ല ലോക രാജ്യങ്ങളിൽ എൻ്റെ ശബ്ദം കേൾക്കുന്ന സ്നേഹിത, ഈ പകൽ വിശ്വസിച്ച് ദൈവത്തോടൊരു വാക്കു പ്രാർത്ഥിച്ച നിന്റെ മരണക്കിടക്കയെ മാറ്റി എഴുതാ. വലിയ വിടുതലുകൾ. ചില ലോകത്തിന്റെ കെട്ടുകൾ ആത്മാവ് പൊട്ടിക്കുക. നാളുകളാ പിന്തുടരുന്ന മൈഗ്രെയിൻ പോലെയുള്ള തലയ്ക്കകത്ത് വേദനയിടുന്ന കണ്ടിന്യൂസ്ലി തല പൊട്ടിപ്പോകും പോലെ തലയ്ക്കകത്ത് മൈഗ്രെയിൻ ഇടുന്ന രോഗത്തിന്റെ ആത്മാവിനെ ഈ പകൽ ദൈവം ശാസിക്കുക. ഇന്ന് പകൽ സ്വീകരിക്കാൻ കഴിയുമെങ്കിൽ ഈ പകൽ സ്വീകരിച്ചോണ്. ഇന്ന് പകൽ കാലം ഏറ്റെടുക്കാൻ കഴിയുമെങ്കിൽ ഏറ്റെടുത്തോണ്. ചുമ്മാ കാഴ്ചക്കാരായി വന്നിരുന്നു പോകരുത്. ഇന്ന് പകൽ ഇവിടെ ചലിക്കുന്ന ദൈവ സാന്നിധ്യം നിന്റെ ശരീരത്തിനകത്ത് ഈ എത്ര വലിയ രോഗം വഹിച്ചാൽ, നിന്റെ വീട്ടിനകത്ത് എത്ര വലിയ രോഗമുള്ള വ്യക്തികൾ കിടന്നാൽ ഈ പകൽ ഈ വചനം അതിനെ സൗഖ്യമാക്കാം. ആരെയൊക്കെ ദൈവ സൗഖ്യമാക്കുന്നു, ആരെയൊക്കെ ദൈവ തൊടുകയാ, ആരുടെയൊക്കെ മേൽ ദൈവത്തിന്റെ ശക്തി വെളിപ്പെടുന്നു. ദൈവത്തിന്റെ ശക്തി രക്തസ്രാവം പിടിച്ച സ്ത്രീ യേശുവിന്റെ തൊങ്ങൽ തൊട്ടപ്പോ യേശുവിൽ നിന്ന് ശക്തി പുറപ്പെട്ടതുപോലെ ഈ പകൽക്കാലം വിശ്വാസം വെളിപ്പെടുമ്പോ, വിശ്വാസത്തോടുകൂടെ പ്രവൃത്തി വെളിപ്പെടുമ്പോ ചില ദൈവിക ശക്തി നിന്റെ കൂടാരത്തിനകത്ത് വെളിപ്പെടും. ഇതുവരെയും എന്നോട് ദൈവം പറയുന്നു, ആരുടെയൊക്കെ പേപ്പർ വർക്കുകൾ എന്റെ ദൈവം ചെയ്തു തീർക്കുകയാ. ഇതുവരെയും ചലിക്കാത്ത ചില മേഖലകൾക്കകത്ത് ദൈവത്തിന്റെ വിസിറ്റേഷനുകൾ, ദൈവത്തിന്റെ പ്രവർത്തികൾ ഈ പകൽ ദൈവം ചെയ്യുകയാ. പ്രിയരെ, വചനം പറയുന്നു, ഒരായുസ് കൊണ്ട് അധ്വാനിച്ചതല്ല അമ്മ വൈദ്യനാൽ ചികിത്സിച്ചിട്ട് മറുപടി കിട്ടാതെ, ഒരു വിടുതൽ ലഭിക്കാതെ ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നുണ്ടോ? ദൈവദാസനെ ഉണ്ടാക്കി വെച്ചതെല്ലാം വൈദ്യൻ കൊണ്ടുപോയി. എൻ്റെ കൂടാരത്തിനകത്തൊരു നന്മയില്ല, എന്നിട്ടും എനിക്കൊരു വിടുതൽ ലഭിച്ചില്ല എന്ന ഈറനണിഞ്ഞ കണ്ണുമാ ആരെങ്കിലും ഈ പ്രഭാതത്തിൽ കേൾക്കുന്നുണ്ടെങ്കിൽ സ്നേഹിത, ഇന്ന് പകൽ ഒരു ദൈവത്തെ എനിക്കറിയാം. നീ വിശ്വാസത്താ നിന്റെ പ്രവർത്തിയ ദൈവത്തെ ഒന്ന് തൊട്ട് കഴിഞ്ഞ് അവൻ നിനക്ക് വേണ്ടി ഈ പകൽ നിൽക്കാൻ ശക്തനാണ്. അവൻ നിന്ന് കഴിഞ്ഞ്
എത്ര വലിയ മാരക രോഗത്തെ ഈ പകൽക്കാലം എൻ്റെ ദൈവം സൗഖ്യമാക്കുക. എന്നോട് ദൈവാത്മാവ് പറയുന്നു, ചില ക്യാൻസറിൻ്റെ സെല്ലുകൾ ഏതൊക്കെ ശരീരങ്ങൾക്കകത്തുനിന്ന് ആത്മാവ് ഇന്ന് പകൽക്കാലം വെട്ടിമാറ്റുക. ചില ക്യാൻസറിൻ്റെ സെല്ലുകൾ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം സൗഖ്യമാക്കുക. നീ പോലും അറിഞ്ഞില്ല കുഞ്ഞ്, നിന്റെ ശരീരത്തിനകത്ത് വളർന്നു വരുന്ന ക്യാൻസറിൻ്റെ സെല്ലുകളെ പറ്റി നീ പോലും അറിഞ്ഞില്ല. പക്ഷേ എൻ്റെ ദൈവം ആത്മാവിൽ പറയുക, ചിലവിനെ വെട്ടിമാറ്റുക, ചിലവിനെ ആത്മാവ് സൗഖ്യമാക്കുക. സ്വീകരിക്കാൻ കഴിയുമെന്നവർ മാത്രം ഈ പകൽ സ്വീകരിച്ചു. ഇതുവരെ നീ കടന്നു വന്നത് രോഗിയായിട്ടായിരിക്കുക, പക്ഷെ ഇന്ന് മകൾ നീ സൗഖ്യമുള്ളവനായി പുറത്തു വരും. പ്രിയരെ, വിശ്വാസം പ്രവൃത്തി തലത്തിൽ വന്നപ്പോൾ അവളുടെ പ്രവൃത്തിയെ കൊണ്ട് ദൈവത്തെ ചലിപ്പിച്ചു. ദൈവത്തിന്ന് ശക്തി പുറപ്പെട്ടു. ദൈവത്തിന്ന് ആ പദം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്ന് ശക്തി പുറപ്പെട്ടു. അവൾ ക്ഷണത്തിൽ സൗഖ്യമായി. ഒന്ന് രണ്ടുപേരെ പരിചയപ്പെടുത്തണമെന്ന് ആഗ്രഹമുണ്ട്. എൻ്റെ മുമ്പിൽ സമയത്തിൽ ഒരു വ്യക്തിയും കൂടെ ഞാൻ പരിചയപ്പെടുത്താം. യേശു വലിയ പുരുഷാരത്തോടെ നടന്നു പോവുകയാണ്. നമ്മളൊക്കെ VBSനും യൂത്തിനൊക്കെ പാടുന്നത് പോലെ ചുങ്കക്കാരനായ ഒരു കുള്ളനായ സക്കായി അവൻ ചാടി നോക്കി, അവൻ എത്തി നോക്കി. യേശുവിനെ കാണാൻ കഴിഞ്ഞില്ല. പക്ഷേ എല്ലാവരും യേശുവിനെ കാണുന്നുണ്ട്. ഇതാണ് യേശു. നോ, ഇറ്റ്സ് നൈസ്. എല്ലാവരും യേശുവിനെ കാണുന്നുണ്ട്. അവൻ നോക്കിയപ്പോൾ സൈഡിലൊരു അത്തി കണ്ടു. സൈഡിലൊരു വൃക്ഷത്തെ കണ്ടു. എല്ലാവരും അവിടെ കണ്ണുകൊണ്ട് യേശുവിനെ കാണാം. എനിക്കും ഈ തലമുറയിൽ നസ്രയനെ എനിക്കൊന്ന് കാണണം എന്ന് കരുതി എല്ലാവരെയും വകഞ്ഞു മാറ്റിയിട്ട് നേരിട്ട് കാണാൻ കഴിയാത്തത് കൊണ്ട് അവൻ പ്രവൃത്തി കൊണ്ട് അത്തിയുടെ മുകളിലേക്ക് അവൻ വലിഞ്ഞു കയറി. അത്തിയുടെ മുകളിൽ ഇരുന്ന് സക്കായി താഴേക്ക് നോക്കുമ്പോ അവന്റെ പ്രവൃത്തി എന്റെ ദൈവത്തെ ചലിപ്പിച്ചു. മനസ്സിലായവരുണ്ടെങ്കിൽ മാതാവേ, പിതാവേ, കൂടപ്പിറപ്പേ, വൈഡബാല ഹർത്തരാദരം ശബാല ഘടകതേര റൈമനാം ധരാധലച്ച. ആമേൻ. ഹല്ലേലൂയ. എൻ്റെ ദൈവത്തിൻ്റെ പ്രത്യേകത, അവൻ ക്യാമറ പോലെയല്ല. നമ്മൾ ക്യാമറയുടെ മുമ്പിൽ ഹെൽമെറ്റ് വെക്കാതെ ഫ്രണ്ടിൽ ചെന്ന് നിന്നാലേ ഫോട്ടോ എടുത്ത് വീട്ടിൽ വരൂ. ഫ്രണ്ടിൽ ചെന്നിട്ടാലേ സീറ്റ് ബെൽറ്റ് ഇല്ലെങ്കിൽ വീട്ടിൽ ഫോട്ടോ എത്തൂ. പക്ഷെ എൻ്റെ ദൈവത്തിൻ്റെ പ്രത്യേകത, അവൻ 360 സർവേലൻസ് ഉള്ള ക്യാമറയാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭൂമിയിലുള്ള സകലത്തെയും അഗ്നിജ്വാലക്കത്തെ കണ്ണോടുകൂടെ കണ്ടുകൊണ്ടിരിക്കുന്നവനാ. എൻ്റെ ദൈവം കാണുന്നവനാ. നിന്റെ ഉൾപ്പൂകളെ മിനവുകളെ ആരായുന്നവനാ. ആരുമില്ലാത്ത ഏകാബയ്ക്കകത്ത് നീ ചോദിച്ചില്ലേ, കർത്താവേ, ഞാൻ ഇത്രയും നിന്നില്ലേ, ദൈവരാജ്യത്തിന് വേണ്ടി ഇത്രയും പ്രവർത്തിച്ചില്ലേ, ഞാൻ ദൈവത്തിന് വേണ്ടി ഇത്രയും ഓടിയില്ലേ, ഇത്രയും അധ്വാനിച്ചില്ലേ, എൻ്റെ കണ്ണുനീരാരും കാണുന്നില്ലല്ലോ. ആരാ പറഞ്ഞത് നിന്റെ കണ്ണുനീർ കാണുന്നില്ലെന്ന്? ഒരത്തിയുടെ മുകളിൽ കയറിയ സക്കായിയെ എൻ്റെ ദൈവം കണ്ടെങ്കിൽ ഇന്ന് മകൾ കൂടപ്പിറപ്പ് ആരുമില്ലാത്ത ഏകാബയ്ക്കകത്ത് വിങ്ങിപ്പട്ടുന്ന നിന്റെ ഹൃദയത്തെ കാണോ. എൻ്റെ ദൈവം ശക്തന. എത്ര പേർക്ക് മനസ്സിലായി? കുഞ്ഞേ, കടിക്കാൻ നല്ല ആഹാരമില്ലാതെ, ധരിക്കാൻ നല്ല വസ്ത്രമില്ലാതെ, കേറിക്കിടക്കാൻ നല്ല ഭവനമില്ലാതെ, ഒന്ന് സപ്പോർട്ട് പറഞ്ഞ് നല്ല വാക്ക് പറയാൻ ഒരു മനുഷ്യൻ നിന്റെ കൂടെ ഇല്ലാതെ ഏകാബമായി കരയുന്ന ചില കണ്ണുനീരുണ്ടല്ലോ. ആര് കണ്ടില്ലേലോ അപ്പൊ എൻ്റെ ദൈവം കാണുന്നുണ്ട്. അതാര് കണ്ടില്ലേലോ എൻ്റെ ദൈവം കാണുന്നുണ്ട്. നിന്റെ കയ്യിൽ പണമില്ലേലോ ആലയം മുടക്കാതെ എവിടെന്നെങ്കിലും ഒക്കെ ഓടി കയറി വന്ന് ദൈവത്തെ സ്തുതിക്കുമ്പോൾ
ദൈവം കാണുന്നുണ്ട്. നിന്റെ അവസ്ഥകളെ അറിയും. ആര് നിന്റെ കണ്ണുനീർ കാണുന്നില്ലേ? നിന്റെ ശരീരം മുഴുവൻ രോഗമാ. നിനക്ക് നന്നായി നടന്നു ശുശ്രൂഷിക്കാൻ കഴിയില്ല. നിനക്ക് നന്നായി നടന്ന് ദൈവവേല ചെയ്യാൻ കഴിയില്ല. എന്നിട്ട് നീ ഏന്തി വലിച്ച് നിന്നാൽ കഴിയുന്ന ദൈവവേല വിശ്വസ്തയോടെ ചെയ്യുന്നില്ലേ? അവാര് കണ്ടില്ലെന്ന് നീ ചിന്തിക്കരുത്. അവാര് കണ്ടില്ലെന്ന് ചിന്തിക്കരുത്. ഇന്നല്ലെങ്കിൽ നാളെ നീ ദൈവത്തിന് വേണ്ടി നിൽക്കുന്നത് കൊണ്ട് എൻ്റെ ദൈവത്തെ നീ ചലിപ്പിക്കൂ. എൻ്റെ ദൈവത്തെ നീ ചലിപ്പിക്കൂ. അമ്മ, എൻ്റെ ദൈവം നിന്റെ കൂടാരത്തിന്റെ അടുക്കൽ വരികയല്ല, നിന്റെ കൂടാരത്തിൽ പാർക്കൂ. നിന്റെ കൂടാരത്തിൽ പാർക്കൂ. നിന്റെ കൂടാരം എത്ര പേർക്ക് മനസ്സിലായി? യേശു വഴിയിലൂടെ നടന്നു പോവുക. യേശു വഴിയിലൂടെ നടന്നു പോവുക. എല്ലാവരുടെയും ആഗ്രഹം ഒന്ന് കാണണം, ഒന്ന് കാണണം. അത്തിയുടെ മേൽ വലിഞ്ഞു കയറിയ സഖായിയുടെ മുൻപിൽ എൻ്റെ ദൈവം നിന്നു. സഖായേ, വേഗം ഇറങ്ങി വാ, വേഗം ഇറങ്ങി വാ. അവൻ്റെ പ്രവൃത്തി ദൈവത്തെ ചലിപ്പിച്ചു. ദൈവത്തെ ചലിപ്പിച്ചു. സഖായി കാവേ കയറിപ്പോയതുപോലെയല്ല, ഈറനണിഞ്ഞ കണ്ണുമായി ഇറങ്ങി വരിക. സഖായി ചിന്തിച്ചു, എനിക്കവനെ അറിയാം, അവൻ എന്നെ അറിയില്ലെന്ന്. പലരും പറയുക, ദൈവദാസനെ പലപ്പോഴും ദൈവം എന്നെ മറന്നോ, എൻ്റെ ദൈവത്തിന് എന്നെ അറിയില്ലയോ, എൻ്റെ ദൈവം അറിഞ്ഞെങ്കിൽ എനിക്ക് ഇന്നത് സംഭവിക്കുമോ? കുഞ്ഞേ, നീ ചിന്തിക്കുന്നത് പോലെ അല്ല. നിന്നെ നന്നായി എൻ്റെ ദൈവത്തിന് അറിയോ. നിന്റെ പേര് പോലും എൻ്റെ ദൈവത്തിന് തിട്ടമാണ്. സഖായെ വിളിച്ചു, സഖായേ വിവേകം ഇറങ്ങി വാ. സഖായി ഓടി വന്നു. ശിഷ്യന്മാർ ചോദിച്ചു, ആരാടാ സക്കായി, ആരാടാ സക്കായി? ദൈവം പറഞ്ഞു, എന്നെ കാണാൻ ഒരുവൻ അത്തിയുടെ മുകളിലുണ്ട്, എന്നെ കാണാൻ ഒരുവൻ മരത്തിൻ്റെ മുകളിലുണ്ട്. അവൻ ഇറങ്ങി വന്നപ്പോൾ സക്കായിയുടെ കരം പിടിച്ചിട്ട് ദൈവം പറഞ്ഞ മറുപടി, നീ എന്നെ കാണാനല്ലേ കയറിയത്, പക്ഷെ നീ ചെയ്ത പ്രവൃത്തി എന്നെ ചലിപ്പിച്ചു. നീ ചെയ്ത പ്രവൃത്തി എന്നെ ചലിപ്പിച്ചു. നീ എന്നെ കാണുകയല്ലടാ, ഇന്ന് ഞാൻ നിന്റെ കൂടാരത്തിൽ പാർക്കുകയാ. ഇന്ന് ഞാൻ നിന്റെ കൂടാരത്തിൽ പാർക്കുകയാ. മാതാവേ, പിതാവേ, വിശ്വസ്തയോടെ ഈ ദൈവത്തിന് വേണ്ടി നിന്നു. വിശ്വസ്തയോടെ ദൈവരാജ്യത്തിന് വേണ്ടി നിന്നു. കഷ്ടതയില് ഇതിനെ മുറുകെ പിടിച്ചോ. ഇന്നല്ലെങ്കിൽ നാളെ നിന്റെ തലമുറകൾ സാക്ഷ്യം പറയും. വലിയ ദൈവ സാന്നിധ്യം, വലിയ ദൈവ സാന്നിധ്യം പ്രാപിക്കാൻ കഴിയുമെങ്കിൽ പ്രാപിച്ചോ. പ്രാപിക്കാൻ കഴിയുമെങ്കിൽ എൻ്റെ ദൈവ സന്നിധിയിൽ ഈ പകൽ പ്രാപിച്ചോ. ഇമ്മലകളിൽ നീ ചെയ്തവന് എൻ്റെ ദൈവം ഈ പകൽ മറുപടി വരാ. ദൈവരാജ്യത്തിന് വേണ്ടി നിന്ന് ഏതൊക്കെ കുടുംബങ്ങളെയൊക്കെ ആത്മാവ് പ്രവചിക്കുക. ദൈവവേലയ്ക്ക് വേണ്ടി മുതൽ കൊടുത്ത് ഇല്ലായ്മയിൽ നിന്ന് ദൈവരാജ്യത്തിൽ വിതച്ച് ഇല്ലായ്മയിൽ നിന്ന് ദൈവദാസന്മാർക്ക് ഭവനം തുറന്നു കൊടുത്ത് ഇല്ലായ്മയിൽ നിന്ന് ദൈവത്തിന് വേണ്ടി നിന്ന് കുടുംബങ്ങളോട് ആത്മാവ് പറയുക, കുഞ്ഞേ, ഇന്ന് പകൽ സ്വർഗ്ഗം ദിനവൃത്താന്ത പുസ്തകം തുറക്കുകയോ. Sharabala hadagadhara thara 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 achabala. എൻ്റെ ദൈവം പറയുന്നു, ഈ പകൽക്കാലം ദൂതന്മാർ ദിനവൃത്താന്ത പുസ്തകങ്ങൾ തുറക്കുന്നു. ദിനവൃത്താന്ത പുസ്തകങ്ങൾ തുറക്കുന്നു. എന്തിനു വേണ്ടി? ഇമ്മലകളിൽ ദൈവരാജ്യത്തിന് വേണ്ടി നിമ്മവിന് ഈ തലമുറയിൽ നിനക്ക് മറുപടി തരാ. ഈ തലമുറയിൽ ദൈവം നിന്റെ കൂടാരത്തിലിറങ്ങ. ദൈവ പ്രവൃത്തി നിന്റെ കൂടാരത്തിലിറങ്ങ. ഈ പകൽ ഈറനണിഞ്ഞ കണ്ണുമോ ഇവനകത്ത് കയറി വന്ന കൂടപ്പറപ്പ് ഇന്ന് പകൽ നിന്റെ ചരിത്രത്തെ തിരിക്കുമോ? വൈഡബാല ഹർത്തരാധ രംശബാല ഹഡഗഭാര തീ 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 തീ
തീ തീ തീ തീ തീ തീ. ഓ, ചിലവ് പ്രാപിക്കുന്നു. ചില തലമുറകൾക്ക് വേണ്ടി പട്ടണങ്ങൾ ഒരുങ്ങുന്നു, രാജ്യങ്ങൾ ഒരുങ്ങുന്നു, ദേശങ്ങൾ ഒരുങ്ങുന്നു. പിതാവേ, കൂടപ്പിറപ്പേ, നീ കൈകൊണ്ട് പണിയാത്തത് നിന്റെ തലമുറ സ്വന്തമാക്കുന്നവർ. നീ കൈകൊണ്ട് പണിയാത്തത് നിന്റെ തലമുറ സ്വന്തമാക്കുന്നത്. ഈ തലമുറയിൽ നീ കാണുന്ന ഒരു ദൈവത്തിന്റെ ചലനം. Thank you, Daddy, for your presence. ഈ ഹോളിനകത്ത് കാണുന്നു ഈ ആരാധന വിവിധ രാജ്യങ്ങളിൽ മറ്റം ചെയ്യുന്നവർ, വിവിധ മാധ്യമങ്ങളിലൂടെ കാണുന്നവടമേ, ഈ ദൈവശക്തി വ്യാപരിക്കട്ടെ. ഈ ദൈവശക്തി വ്യാപരിക്കട്ടെ. സ്വർഗം ചലിക്കട്ടെ, സ്വർഗം ചലിക്കട്ടെ, സ്വർഗം ചലിക്കട്ടെ, സ്വർഗം ചലിക്കട്ടെ, സ്വർഗം ചലിക്കട്ടെ, സ്വർഗം ചലിക്കട്ടെ, സ്വർഗം ചലിക്കട്ടെ. പ്രിയരേ, പ്രിയരേ, ആത്മാവിൽ ഞാൻ പറയാം, ആരെല്ലാം എതിർത്താലും, ആരെല്ലാം നിന്റെ വിശ്വാസത്തിനെതിരായി നിന്നാലും, ഞാനിങ്ങനെ എപ്പോഴും പറയാറുണ്ട്, വീട്ടിനകത്തുനിന്ന് പോലും ഒരു സപ്പോർട്ട് ഇല്ലേലും, നിന്റെ മക്കൾ നീ അറിഞ്ഞ സത്യം എടുക്കാൻ കൂടെ ഇല്ലേലും, നീ ഒറ്റയ്ക്ക് നിൽക്കേണ്ട സാഹചര്യം വന്നാലും ഈ വിശ്വാസത്തെ വിട്ടുപോകരുത്, ഈ ദൈവകൃപയെ വിട്ടുപോകരുത്. ഇന്നല്ലെങ്കിൽ നാളെ നിന്റെ ഒരു പ്രവൃത്തി ദൈവത്തെ ചലിപ്പിക്കും, ഒരു പ്രവൃത്തി ദൈവത്തെ ചലിപ്പിക്കും. ഒരു പക്ഷെ ഒരു പാട്ടിന്റെ ഈരടികളായിരിക്കും, ഒരു പക്ഷെ മാറത്തടിച്ച് കരയുമോ, ഒരു ജീവിതത്തിന്റെ സന്ദർഭമായിരിക്കും. എന്റെ ദൈവത്തെ ചലിപ്പിക്കും. എന്റെ ദൈവത്തെ ചലിപ്പിച്ച അവൻ നിന്റെ കൂടെ നിന്റെ ഭവനത്തിൽ വരും. അവൻ നിന്റെ കൂടെ ഭവനത്തിൽ വരും. ഇന്ന് പകൽ സബിംബാസുവമ്മില്ലേല്, ആരുവമ്മില്ലേല്, ദൈവം നിന്റെ ഭവനത്തിൽ വരും. ഓ ആമേൻ, ഹല്ലേലൂയ. ഞാൻ ഈ വചനമൊക്കെ അമ്മ ചുമ്മാ വന്ന് പ്രസംഗിക്കുന്നതല്ല, ഞാൻ ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാപിച്ചിട്ട് വരിക. ഹല്ലേലൂയ. പണ്ട് നോർമൽ ലൈവ് മാത്രമുള്ളപ്പോ എൻ്റെ മനസ്സിനകത്ത് വരുന്ന ആശയങ്ങൾ ഞാൻ പ്രസംഗിക്കാറുണ്ട്. പക്ഷെ ഇപ്പോൾ ലിറ്ററലി ടി വിയിലൊക്കെ മീറ്റിങ്ങുകൾ പോകുന്നത് കൊണ്ട് ദൈവത്തിന്ന് പ്രാപിച്ച വന്ന് പ്രസംഗിക്കുന്നത്. ഞാൻ എൻ്റെ ദൈവത്തോട് ഈ വചനം ധ്യാനിച്ച് മനസ്സിനകത്ത് സംസാരിക്കുമ്പോൾ എൻ്റെ ദൈവം പറയുക, കുഞ്ഞെ, ഞാൻ ഒരുവൻ്റെ കൂടെ വന്നാൽ, ഒരുവൻ്റെ കൂടെ വന്നാൽ, വചനം ഇങ്ങനെ പറയുന്നു, ഹക്കമേ സക്കായിയുടെ കൂടെ അവൻ്റെ ഭവനത്തിൽ ദൈവം പാർത്തു, ഭവനത്തിൽ പാർത്തു. പ്രിയരെ, ഇന്നലെ വരെ ആ വീട് കണ്ടിരുന്നവർ വീട്ടിൻ്റെ സൈഡിൽ കൂടെ പോകുമ്പോൾ ആ വീട്ടിനെ നോക്കിയിട്ട് പറയും,
ചുങ്കം പിരിച്ചിരുന്ന ചുങ്കക്കാരനായ സക്കായിയുടെ വീടാ. പക്ഷെ അവൻ എന്നും മരത്തിൽ കയറിയോ, അവന്റെ പ്രവൃത്തി ദൈവത്തെ ചലിപ്പിച്ചോ. അടുത്ത തലമേ പകൽ മുതൽ പറയാൻ തുടങ്ങി, യേശു വന്ന സക്കായിയുടെ വീട്, യേശു വന്ന വീട്. ഇന്ന് പകൽ എന്നോട് ദൈവാത്മാ പറയും, കുഞ്ഞ്, ഞാൻ വന്ന ദൈവത്തെ സേവിക്കുന്നവരും സേവിക്കാത്തവരും തമ്മിലുള്ള വ്യത്യാസമുണ്ടാകാം. എത്ര പേർക്ക് സ്വീകരിക്കാൻ കഴിയുന്നുണ്ട്? എത്ര പേർക്ക് അത് സ്വീകരിക്കാൻ കഴിയുന്നുണ്ട്? എത്ര പേർക്ക്? ഓ ദേശത്തു നിന്റെ സഭ വ്യത്യസ്തമാകും, ദേശത്തു നിന്റെ ഭവനം വ്യത്യാസമാകും, ദേശത്തു നിന്റെ തലമുറകൾ വ്യത്യാസമാകും, ദേശത്തു നിന്റെ ശുശ്രൂഷ വ്യത്യസ്തമാകും. കാരണം ദൈവമിന്റെ കൂടാരത്തിൽ വന്നു, ദൈവമിന്റെ കൂടാരത്തിൽ വന്നു, ദൈവമിന്റെ കൂടാരത്തിൽ വന്നു. ഹല്ലേലൂയ. എൻ്റെ മുമ്പിൽ സമയം ഒറ്റ ദൂത് ഞാൻ പറയാം. ഹല്ലേലൂയ. ഇന്ന് അമ്മ വിശുദ്ധ നാട് സന്ദർശിക്കാൻ പോയാലേ, ഹലോ അമ്മേ, ഇന്ന് വിശുദ്ധ നാട് അമ്മേ, ഒരു സന്തോഷമില്ലല്ലോ. നമ്മൾ സഭയായി ഒരു നാൾ പോവും. അമ്മേ, സന്തോഷമില്ലാത്തവരൊന്നും വരണ്ട. അമ്മേ, ഹല്ലേലൂയ. വന്നവരെ കൊണ്ട് ഞങ്ങളും പോകും. ഹലോ, അന്ന് ഹലോ, സക്കായിയുടെ ഭവനം ഒന്നല്ല പറഞ്ഞേ, യേശു വന്ന സക്കായിയുടെ ഭവനം കാണാൻ ഇന്നും ആൾക്കാർ ഇടിച്ചുകൂടും. എടാ, വിശ്വാസത്തിന്റെ ഒരു പ്രവൃത്തി യേശുവിനെ ചലിപ്പിച്ചപ്പോൾ, സക്കായിയുടെ വീട്ടിൽ ദൈവം വന്നപ്പോൾ, ഈ തലമുറയിലും 2000 വർഷങ്ങൾക്ക് ഇപ്പുറമോ ആ വീട്ടിന് പ്രത്യേകത ഉണ്ടെങ്കിൽ, ഇന്ന് പകൽ എൻ്റെ ദൈവം ഈ സഭയ്ക്കകത്തൊന്ന് ഇറങ്ങിയ, നിന്റെ കുടുംബത്തിനകത്തൊന്ന് ഇറങ്ങിയ, നീ ചരിത്രമാകുന്നേ. ദൈവത്തെ ചലിപ്പിച്ചവരുടെ ചരിത്രം ഒരു തലമുറ കൊണ്ട് തീർന്നില്ല. നീ വിശുദ്ധിയോടെ, വേർപാടോടെ, ദൈവകൃപയിൽ മറ്റെന്തിനേക്കാളും ദൈവമാ വലുതെന്ന് പറഞ്ഞ് നീ ഇറങ്ങുന്നില്ലേ, നിന്റെ ചരിത്രം ഒരു തലമുറ കൊണ്ട് അവസാനിക്കില്ല. ദൈവം ഇറങ്ങിയ നിന്റെ ചരിത്രം അത് തലമുറകൾ കൈമാറുന്നതായി മാറും. അമ്മേ, പ്രവൃത്തി കൊണ്ട് ചലിപ്പിച്ചവരുണ്ട്. എൻ്റെ പ്രസംഗത്തിലേക്ക് കയറുന്നതേ ഉള്ളൂ. പക്ഷെ നാം വായിച്ച വചനം, കുറിവാക്യം വായിച്ചത്, പ്രവൃത്തി കൊണ്ട് ദൈവത്തെ ചലിപ്പിച്ചവരല്ല, വാക്കുകൊണ്ട് ദൈവത്തെ ചലിപ്പിച്ചവർ. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? പ്രവൃത്തി കൊണ്ടും ദൈവത്തെ ചലിപ്പിക്കാൻ കഴിയും, വാക്കുകൊണ്ടും ദൈവത്തെ ചലിപ്പിക്കാൻ കഴിയും. ഈ പകലിലും ആമേ, നിന്റെ വായ് തുറന്ന് ദൈവത്തെ ചലിപ്പിക്കുന്നത് പറയണം. ദൈവത്തെ ചലിപ്പിക്കുന്നത് പറയണം. നിങ്ങൾ ചോദിക്കും, പാസ്റ്റർ ചലിപ്പിക്കുന്ന 5 വാക്ക് പറഞ്ഞു എന്ന് ഞാൻ ഡിക്ഷണറിയിൽ നിന്ന് എടുത്ത്, ഹലോ ആമേ, ഹല്ലേലൂയ. എങ്കിൽ ഞാൻ ഇന്നലെ എന്നേ ചലിപ്പിച്ചിട്ട് വന്ന്? നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? എല്ലാ വാക്കിലും ദൈവം ചലിക്കില്ല, എല്ലാ പ്രവൃത്തിയിലും ദൈവം ചലിക്കില്ല. നിന്റെ ജീവിതവും നിന്റെ അനുഭവങ്ങളും നിന്റെ ലക്ഷ്യമൊക്കെ അതിനൊരു മാനദണ്ഡമാണ്. പ്രിയരെ, നാം വായിച്ച വചനം 32-ാം അധ്യായം. നിങ്ങൾ എന്നെ ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ. വീട്ടിൽ പോയി നിങ്ങൾ ഉറപ്പായും ധ്യാനിക്കണം. അമ്മേ, നമുക്കെല്ലാവർക്കും അറിയാം, അപ്പനായ ഇസഹാക്കിൽ നിന്ന് അനുഗ്രഹം തട്ടിയെടുത്തൊരു യാത്രയാ. അമ്മ പറയുന്നു, എൻ്റെ സഹോദരൻ്റെ വീട്ടിൽ പോകണം, പത്തനാരാമിലേക്ക് നീ പോകണം.
അവിടെ എൻ്റെ സഹോദരൻ ഉണ്ട്. സഹോദരൻ്റെ അടുക്കൽ പോകണം. ഏശാവിൻ്റെ അടുക്കൽ നിന്ന് പായസം കൊടുത്ത് ജ്യേഷ്ഠാവകാശം തട്ടിയെടുത്ത് അവൻ്റെ മുൻപിൽ നിന്ന് ഒറ്റ ഓട്ടമാണ്. പക്ഷെ സൂര്യൻ അസ്തമിക്ക കൊണ്ട് കിടന്നൊരു തല്ല് തലയണയായി വച്ച് ഉറങ്ങി. അവൻ ഉറങ്ങി വന്നപ്പോൾ അവൻ കൊണ്ടൊരു സ്വപ്നം. ആമേ, സ്വർഗത്തോളം എത്തുന്ന ഒരു ഗോവേണി. ദൂതന്മാർ കയറുന്നു ഇറങ്ങുന്നു, ദൂതന്മാർ കയറുന്നു ഇറങ്ങുന്നു. ആമേൻ. ഇത് കണ്ടു നിൽക്കുമ്പോൾ അവൻ ചാടി ഉണർന്ന് ദൈവവുമായി സംസാരിക്കുകയാണ്. ദൈവം പറയുന്നൊരു പദമുണ്ട്, നീ പോയടുത്തെല്ലാം, നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിൻ്റെ കൂടെ ഇരിക്കും. നീ പോയതിനേക്കാൾ അനുഗ്രഹത്തോടെ ഞാൻ നിന്നെ ഒരു നാൾ മടക്കി കൊണ്ടുവരും. പ്രിയരെ, നീണ്ട 20 വർഷം പത്തനാരാമിൽ യാക്കോബ് തൻ്റെ അമ്മായിയപ്പനായ ലാബാൻ്റെ അടുക്കൽ ജോലി ചെയ്തു. ലാബാനെയും യാക്കോബിനെയും ദൈവം അനുഗ്രഹിച്ചു. 20 വർഷവും ലാബാൻ യാക്കോബിൻ്റെ നന്മ 10 പ്രാവശ്യം മാറ്റി വച്ചു. 10 പ്രാവശ്യം നന്മയെ തടഞ്ഞ ലാബാനോട് ദൈവം ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, ഇനി നീ ഒരു വാക്കുകൊണ്ട് പോലും യാക്കോബിന് എതിരെ നിൽക്കരുത്. ആമേൻ. ആ പറച്ചിൽ കഴിഞ്ഞ് യാക്കോബിനോട് ദൈവം ഇടപെടുകയാണ്. ലാബാനോട് സംസാരിച്ചിട്ട് യാക്കോബിൻ്റെ അടുക്കൽ വരുന്നു. ആമേൻ. ദൈവം പറഞ്ഞു, ആമേ യാക്കോബേ, ഇതാണ് സമയം. ഈ സമയത്ത് നിനക്ക് പുറപ്പെടാം. നിനക്ക് ഞാൻ തന്ന നന്മകളെല്ലാം എടുത്ത് യാത്ര തിരിച്ചോ. ആമേ. ലാബാന്റെ കൂടാരത്തിൽ നിന്ന് യാക്കോബ് ഇതുവരെ നേടിയ സകല നന്മകളും, ആമേൻ, ആടുമാടുകൾ ദാസീദാസന്മാരുമായി യാക്കോബ് തിരിച്ച് സ്വന്തം നാട്ടിലേക്ക് വരികയാണ്. സ്വന്തം നാട്ടിലേക്ക് വരുമ്പോൾ നിങ്ങൾ ആ 32-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ പദമൊക്കെ വായിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, ഏശാവ് ലാബാനെ ഏശാവ് യാക്കോബിനെ എതിരേറ്റ് വരികയാണ്. യാക്കോബിനെ എതിരേറ്റ് വരുമ്പോൾ ആമേൻ വചനം പറയുന്നു, രാത്രിയായപ്പോൾ അവരെ ഇപ്പുറത്ത് കടത്തിയിട്ട്, എന്ന് പറഞ്ഞാൽ തൻ്റെ മക്കളെയും ഭാര്യമാരെയും നന്മകളെയും ഇപ്പുറത്ത് കടത്തിയിട്ട് യാക്കോബ് തിരിച്ചു മറുകരയിലെത്തി. ആമേൻ. മറുകരയിലിരുന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങുകയാണ്. എങ്ങനെ ദൈവത്തെ ചലിപ്പിക്കാം? പ്രാർത്ഥനയിൽ ദൈവത്തെ ചലിപ്പിക്കാം. അവൻ പ്രാർത്ഥിക്കുകയാണ്. അവൻ പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ ഇതുവരെയും കാണാത്ത വ്യത്യസ്തമായ നിലവാരം. 20 വർഷങ്ങൾക്ക് മുമ്പ് കോവേണി വെളിപ്പെട്ടതുപോലെ സാക്ഷാൽ ഒരു ദൂതൻ അവൻ്റെ അടുക്കൽ ഇറങ്ങി വന്നു. വചനം പറയുന്നു, ദൂതനും യാക്കോബും മല്ല് പിടിച്ചോ എന്ന് പറഞ്ഞാൽ ഈ ദൂതനും യാക്കോബും തമ്മിൽ ഒരു മല്ല് പിടിക്കാനുള്ള കാരണം ഇത്രയുള്ളൂ. ഉഷസാകാറായി, സൂര്യൻ ഉദിക്കാറായി. ആമേൻ. ദൂതന് പോകാൻ സമയമായി. പക്ഷേ പ്രാർത്ഥിക്കാനിരുന്നവൻ ദൂതനെ കണ്ടത് ഒരു കയറിയൊരു പിടുത്തം. ആ പിടുത്തം കഴിഞ്ഞിട്ട് യാക്കോബിനോട് ദൂതൻ പറയുകയാ, എടാ വിടടാ, സൂര്യൻ ഉദിക്കാൻ സമയമായി, എനിക്ക് പോകാൻ നേരമായി. യാക്കോബ് അവനെ കുറച്ചും കൂടെ മുറുക്കെ പിടിച്ചിട്ട് പറഞ്ഞു, ഇല്ലില്ല, ഞാൻ നിന്നെ വിടില്ല, നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ. ഇല്ലില്ല, ഞാൻ നിന്നെ വിടില്ല, നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടത്തില്ല. Are you ready to receive that? Oh,
അങ്ങനെയുള്ള പ്രാർത്ഥനാ മനുഷ്യന്മാർ എഴുന്നേൽക്കട്ടെ. ദൂതനുമായി മല്ലുപിടിക്കുന്ന ദൈവിക ദൂതനുമായി മല്ലുപിടിച്ചു ജയിക്കുന്ന അർത്ഥബാല ഹൈഡബാല ഹർത്തരാധ രംശബാല വൈഡബാല ഹർത്തരാധ രംശബാല ഹടകധാര ധാര ധാര. ആമേ. പ്രിയരെ, ദൂതൻ ഞെട്ടുകയാ. ഹലോ, ദൂതൻ ഞെട്ടുകയാ. എടാ, ഞാൻ അബ്രഹാമിന്റെ അടുക്കൽ ഇറങ്ങിയിട്ടുണ്ട്. ആമേ. ഞാൻ മമ്രയുടെ തോപ്പിൽ ഇറങ്ങിയിട്ടുണ്ട്. ആമേ വചനം പറയുന്നു, ആമേ ലോത്തിന്റെ കരം ഞാൻ പിടിച്ചിട്ടുണ്ട്. ശ്യാമകാലത്ത് ഇസ്ഹാക്ക് ഈജിപ്തിലേക്ക് പോകാൻ ഒരുങ്ങുമ്പോ അവന്റെ അടുക്കൽ ഞാൻ ഇറങ്ങി വന്നിട്ടുണ്ട്. പക്ഷേ അവരാരും ഇതുവരെ എന്നെ കയറി പിടിച്ചിട്ട്, എന്നെ ഇതുപോലെ മല്ല് പിടിച്ചിട്ടില്ല. ഈ സഭ വ്യത്യസ്തമാക്കി മാറട്ടെ. തിരുവനന്തപുരം പട്ടണത്തിൽ മാത്രമല്ല, 5 വൻകരയിൽ വ്യത്യസ്തമായൊരു തലമുറ എഴുന്നേൽക്കുന്ന ഒരാലയമാണ്. വ്യത്യസ്തമായ ചില എൻകൗണ്ടറുകൾ ഈ പകൽക്കാലം ആ ദൂതൻ ഇവിടെ വന്നിട്ടുണ്ട്. അബേ ദൈവ സാന്നിധ്യം ഇവിടെയുണ്ട്. നിനക്ക് ഇന്ന് പകൽക്കാലം ഇന്ന് പകൽക്കാലം ദൈവത്തോട് വചനം പറയുന്നു, ബലാൽക്കാരികൾ ഇന്ന് പകൽക്കാലം ശത്രുവിന്റെ കയ്യില് കോപ്പിനെ തട്ടിയെടുക്കുന്നത് പോലെ ബലാൽക്കാരത്താൽ ദൈവരാജ്യം അവകാശമാക്കുന്നത് പോലെ ഈ പകൽക്കാലം ഇതിനകത്ത് ആഗ്രഹത്തോടെ ആരാധിക്കുന്ന ഒരു വ്യക്തിയെങ്കിലും ഉണ്ടെങ്കിൽ അപ്പനെ ഈ തലമുറയിൽ അവരെ വ്യത്യസ്തമായി മാറ്റണം. അഭിനയത്തിലല്ല, അനുഭവത്തിന്റെ നിറവിൽ പച്ചയായ ജീവിതത്തിന്റെ ഇല്ലായ്മകൾക്കകത്ത് ദൈവത്തിന്റെ സാന്നിധ്യത്തെ കൊതിക്കുന്ന ഒന്നെങ്കിലും ഉണ്ടെങ്കിൽ ഈ പകൽ സ്വർഗമേ നീ തൊടുമ്പ പകലായി മാറണം. ഓ റീബാരാബ, വലിയ ദൈവ സാന്നിധ്യം ഏതൊക്കെ ഫിനാൻഷ്യൽ മേഖലകൾക്കകത്ത് ദൈവാത്മാവ് ഇറങ്ങുകയാ. ഓ പുറകിൽ സഹോദരിമാരുടെ ഭാഗത്ത് വലിയൊരു ദൈവശക്തി വന്നു നിൽക്കുന്ന ഒരു വെളിപ്പാട് ദൈവാത്മാവ് എന്നെ കാണിക്കുന്നു. ഈ പകൽ സ്വീകരിക്ക്. ചിലവിനെ ദൈവ തൊടട്ട്. ഇതുവരെ മമ്മ പോലെയല്ല, വ്യത്യസ്തമായ ചിലവ് ദൈവാത്മാവ്. രാമനാഥ പ്രിയരെ വചനം പറയുന്നു, അബ്രഹാമിലോ ഇസഹാക്കിലോ അവന്റെ പിതാക്കന്മാരിൽ കാണാത്ത ഒന്ന് യാക്കോബിൽ ദൂതൻ അവിടെ കാണുകയാ. ദൂതനുമായി മല്ല് പിടിക്കുക. ലിറ്ററലി നമ്മുടെ ഭാഷയിൽ പറഞ്ഞ പൊരിഞ്ഞ യുദ്ധം. ദൂതൻ പഠിച്ചപടി 18 നോക്കുന്നുണ്ട്, പോകാൻ കഴിയുമില്ല. പോകാതിരിക്കുമ്പോൾ അവന്റെ ശക്തിയല്ല, അവന്റെ വിശ്വാസത്തിന്റെ ആഴമത്രേ.
ദൂതൻ പറയുന്നു, എന്നെ വിടടാ, ഞാൻ പോകട്ടെ. അവന്റെ മറുപടി, ദൈവമേ, നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലോ ഞാൻ നിന്നെ വിടത്തില്ല, ഞാൻ നിന്നെ വിടത്തില്ല. ഈ പകൽ അതുപോലെ പറയോ, ആർക്ക് തന്റെ ഇടമുണ്ട്? പ്രാർത്ഥനാ മുറിയിൽ നെഗറ്റീവുകൾ പറയുന്നത് നിർത്തണം, നെഗറ്റീവുകൾ പറയുന്നത് നിർത്തണം. എത്ര കോടി രൂപയുടെ കടമുള്ള ആ വ്യക്തി ആയിക്കൊള്ളട്ടെ. കഴിഞ്ഞ ദിവസം എന്നെ പ്രാർത്ഥിക്കാൻ വിളിച്ച വ്യക്തി പറയേ 20 കോടി രൂപയുടെ കടമുണ്ട്. ഹല്ലേലൂയ. എത്ര കോടി കടമുണ്ടെങ്കിലും ദൈവസന്നിധിയിൽ വിശ്വാസം പറയണം, ദൈവസന്നിധിയിൽ വിശ്വാസം പറയണം. ദൈവത്തോട് പറയണം, നീ എന്നെ അനുഗ്രഹിച്ച് ഞാൻ വിടും. ഹല്ലേലൂയ. യാക്കോബിന് വേണ്ടത് ശ്രദ്ധിച്ചേ, യാക്കോബിന് ദൈവത്തെ ചലിപ്പിക്കേണ്ട ആവശ്യകത ഉണ്ടോ? ലോ, ഒരു വടിയുമായ പോയെ 2 കൂട്ടം അപ്പുറത്ത് നിപ്പുണ്ട്. യാക്കോബിന്റെ ലക്ഷ്യം അവനോ അവന്റെ തലമുറയ്ക്കോ ചുമക്കാനുള്ള ഒന്നല്ല. യാക്കോബിന്റെ ലക്ഷ്യം ലോകത്തെ മുഴുവൻ ഇമ്പാക്ട് ചെയ്യാൻ കഴിയുന്നൊരു അനുഗ്രഹം. ഓ രാമനാഥരകൽക്കവ. ഒരു ചെറ്റക്കുടിലിനകത്തായിരിക്കാം ഇരുന്നപ്പോൾ ദൈവം നിന്നെ തിരഞ്ഞെടുത്തത്. അമ്മേ, ചെറിയ സാഹചര്യത്തിനകത്തായിരിക്കാം ദൈവം നിന്നെ പുറത്തെടുത്തേ. നിനക്ക് ലിമിറ്റേഷൻ ഒത്തിരി കാണും, നിനക്ക് സൗന്ദര്യം കാണില്ല, കഴിവ് കാണില്ല, നിന്നെ ഉയർത്തിവിടാൻ ഒരു വ്യക്തികളും കാണില്ല, നിനക്ക് ഫോർ ഫാദേഴ്സ് കാണില്ല, നിന്നെ ആര് ഉയർത്തിവിടാൻ ആരും കാണില്ല. പക്ഷെ ഒരു ഉറപ്പ് ഞാൻ പറയാം, ദൈവവുമായി വ്യത്യസ്തമായ എൻകൗണ്ടർ ഉണ്ടെങ്കിൽ നീയും നിന്റെ തലമുറയിലും ഒതുങ്ങാത്തൊരു ബ്ലെസ്സിങ്, ലോക രാജ്യങ്ങളെ ഇമ്പാക്ട് ചെയ്യുന്നൊരു അനുഗ്രഹം. ഞാൻ എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ ചോദിച്ചു, കർത്താവേ, ഞങ്ങളുടെ ആലയം അതുപോലെ ലോക രാജ്യങ്ങളെ തൊടുന്ന വലിയൊരു ചലനമുണ്ടാക്കുന്ന, തലമുറകൾ ഓടി കയറുന്ന, തലമുറകളെ ഇമ്പാക്ട് ചെയ്യുന്ന ഒരു സഭയാ ഇവനെ മാറ്റണം. വിശ്വസിക്കുന്നവർ കരമടിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ടെ. ഓ റീബാരാധാരം ശബാല ഘടകധാര, റീബാരാധാരം ശബാല ഘടകധാര. അപ്പ ഞങ്ങൾക്ക് വേറൊന്നും വേണ്ട. ഈ പകൽ ലോക രാജ്യങ്ങൾ ഇമ്പാക്ട് ചെയ്യുന്ന ഒരു ആലയമാ ഇതിനെ ഒന്ന് അനുഗ്രഹിക്കുക. ലോക രാജ്യങ്ങളെ ഇമ്പാക്ട് ചെയ്യുന്ന അഭിഷിക്തന്മാർ എഴുന്നേറ്റ് വരട്ടെ. ഞങ്ങളുടെ ശുശ്രൂഷയുടെ തലങ്ങൾ പൊളിയിട്ട് ഞങ്ങളുടെ വിശ്വാസ കുടുംബങ്ങളുടെ റേഞ്ചുകൾ മാറട്ടെ. പ്രിയരെ, യാക്കോബ് ദൂതനുമായി മല്ലുപിടിക്കുക. ശ്രദ്ധിച്ചേ, ദൂതനുമായി മല്ലുപിടിക്കുക. ദൂതൻ പറഞ്ഞു, നീ എന്നെ വിട്. യാക്കോബ് പറയുക, നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ വിടുന്ന പരിപാടിയില്ല. ഉഷസ്സാകും തോറും ദൂതൻ വീണ്ടും യാക്കോബിനോട് പറയുക, വിടടാ, ഞാൻ പോട്ടെ, സമയമായി. യാക്കോബ് ശ്രദ്ധിച്ചു കേട്ടോ. യാക്കോബ് പറയുക, ഞാൻ നിന്നെ വിടില്ല, നീ എന്നെ അനുഗ്രഹിക്കണം. ദൈവത്തെ ചലിപ്പിച്ച വാക്ക്, ഞാൻ നിന്നെ വിടില്ല, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ. ഓ, ഒറ്റ പദം, ഒറ്റ സെക്കൻഡ് യാക്കോബിന്റെ ചരിത്രം തിരിയുക. ശ്രദ്ധിച്ചേ, ദൂതൻ അവന്റെ തുടയിലൊന്ന് തൊട്ടു, അവന്റെ കാലിന്റെ ഞരമ്പ് ഉളുക്കി, ഒന്ന് പിടഞ്ഞു. യാക്കോബിന് നേരെ നിൽക്കാൻ കഴിയുന്നില്ല. നേരത്തെ വരെ എഴുന്നേറ്റ് നിന്നാ പിടിച്ചത്, ഇപ്പൊ കിടന്നാ പിടുത്തം. കാലുളുക്കി. ദൈവത്തിന്റെ ദൂതൻ വിചാരിച്ചു അവന്റെ കാലിൽ വേദന വന്നാലെങ്കിലും അവൻ എന്നെ വിടും. അവൻ പറഞ്ഞു, ഇല്ല, നീ എന്നെ അനുഗ്രഹിച്ചല്ല, നീ എന്നെ അനുഗ്രഹ. ചില കഷ്ടതകൾ ദൈവത്തിന്റെ ടെസ്റ്റിംഗ് ആണ്. ചില കഷ്ടതകൾ ദൈവം പരിശോധിക്കുക, ചില വേദനകൾ ദൈവം പരിശോധിക്കുക. പ്രിയരേ, നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ
ഹലോ, ഒരു കാര്യത്തിന് വേണ്ടി നാം ഇടിവിൽ നിൽക്കുമ്പോൾ അതിൻ്റെ വിടുതൽ ലഭിക്കുന്നതിന് മുമ്പ് ചില വേദനകൾ ജീവിതത്തിലേക്ക് താനടിക്കുന്നുണ്ടോ? പ്രതീക്ഷിക്കാത്ത വേദനകൾ വരുന്നുണ്ടോ? പ്രതീക്ഷിക്കാത്ത പ്രതിസന്ധികൾ വരുന്നുണ്ടോ? ആമേ, പ്രാർത്ഥന മറക്കരുത്, നിന്റെ ലക്ഷ്യം മറക്കരുത്. ആമേ, യാക്കോബിന് മനസ്സിലായി, ഈ വേദന എന്റെ അനുഗ്രഹത്തെ തടയരുത്. യാക്കോബ് ദൂതനെ വിട്ടില്ല. ആമേ, ഹല്ലേലൂയ, ആമേ, ഹല്ലേലൂയ. നമ്മളാണെങ്കിൽ ഒരു ഉളുക്കോ ഒരു പിരിപ്പോ ഒന്ന് വരാൻ വേണ്ടി കാത്ത് ഇരിക്കുക. എങ്ങനെയെങ്കിലും പള്ളി ഒന്ന് ഇന്ന് ഞായറാഴ്ച വീട്ടിൽ കിടന്ന് സുഖമായിട്ടൊന്ന്. ഹലോ, യാക്കോബ് കണ്ടോ? യാക്കോബിനറിയാം ഇതൊരു ടെസ്റ്റാണ്, ഇത് പരിശോധനയാ. എന്നും എല്ലാവരുടെ മുമ്പിലും ദൂതൻ ഇറങ്ങില്ല. എന്നും എല്ലാവരുടെ മുമ്പിലും ദൂതൻ ഇറങ്ങില്ല. ഇന്നിറങ്ങിയാൽ ഇനി എൻ്റെ ആയുസ്സിൽ ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങുമോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഇറങ്ങിയപ്പോൾ വിട്ട ഞാൻ മണ്ടനാ, ഇറങ്ങുമ്പോൾ വിട്ട മണ്ടനാ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, സദാകാലം മനുഷ്യരോട് ദൈവം വാദിക്കത്തില്ല. ദൈവ സാന്നിധ്യം ഇറങ്ങുമ്പോൾ കല്ലുപോലെ ഇരിക്കരുത്. ജീവിതത്തിൽ നീ അനുഗ്രഹിക്കപ്പെടില്ല. പക്ഷെ ദൈവ സാന്നിധ്യം ഇറങ്ങുമ്പോൾ പെട്ടനെ പോലെ പ്രതികരിച്ച എൻ്റെ മുമ്പ് സമയം ഒന്ന് രണ്ട് വാക്കുകൾ നമുക്ക് ചിന്തിക്കണം. യാക്കോബ് തൊടയിൽ തൊട്ടു. യാക്കോബിന്റെ തൊടയിൽ അവൻ വിടാൻ തയ്യാറല്ല. അവൻ വീണ്ടും പിടി മുറുക്കുക. നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടത്തില്ല. അടുത്ത പദം ദൂതൻ. ആമേ, ദൈവത്തിൻ്റെ ദൂതൻ തിരിയുക. ദൈവത്തിൻ്റെ ദൂതൻ തിരിയുക. അതുവരെ യാക്കോ പറഞ്ഞത് ഇത് ദൂതനെന്ന, ഇത് ദൂതനെന്ന. അടുത്ത പദം ദൈവം. ആമേ, ദൈവത്തിൻ്റെ ദൂതൻ യാക്കോബിനോട് പറയുന്നു, യാക്കോവേ, നീ ദൈവത്തോടും മനുഷ്യനോടും മല്ലു പിടിച്ചതുകൊണ്ട് ഇനി നീ യാക്കോബല്ല, നീ ഇസ്രായേൽ എന്നൊരു രാജ്യമാണ്. ഈ പകൽ പിടികിട്ടിയോ? യൂതനെന്ന് കരുതി കയറി പിടിച്ചത്, പക്ഷെ അവൻ പിടിച്ചവ ദൈവത്തെയോ. ഇന്ന് പകൽ ദൈവസഭ ആത്മാവിൽ ഒന്ന് കയറ്. വലിയ ദൈവ പ്രവൃത്തി, വലിയ ദൈവ സാന്നിധ്യം, വലിയ ദൈവ മഹത്വം ഈ പകൽ ഈ ഹാളിനകത്ത് ഇറങ്ങി വരട്ടെ. ഈ പകൽ ദൈവ ഹാളിനകത്ത് ഇറങ്ങി വരട്ടെ. ലിറ്ററലി in the name of Jesus. വൈഡബാല ഹർത്തബാല ഹർത്തരാധ രംശബാല. ഓ റീബരാധ രംശബാല. ചിലവന്റെ തലയിൽ കൈവയ്ക്കണമെന്ന് എനിക്കുണ്ട്. നിന്റെ തലയുടെ മുകളിൽ, ചില വ്യക്തികളുടെ തലയുടെ മുകളിൽ ദൈവിക കിരീടങ്ങൾ വന്നു നിൽക്കുന്ന ഒരു വെളിപ്പാട് ദൈവമെന്നെ കാണിക്കുന്നു. ഈ പകൽ സ്വീകരിക്ക്, ഈ പകൽ സ്വീകരിക്ക്, ഈ പകൽ സ്വീകരിക്ക്. ദൈവം ചലിക്കുന്ന മകന്, ദൈവത്തെ ചലിപ്പിക്കുന്ന ചിലവ്. യെസ്, യെസ്, യെസ്. ദൈവ ചെലവിനെ തൊടുന്നു. ഓ രാമരാധന, ദൈവമായ ഏറ്റുമുട്ടലുകൾ സംഭവിക്കുന്നു. ചെലവിന്റെ ശിരസിന്റെ രാജകീയമായ കിരീടങ്ങൾ. ഓ രാധ രബല വിഖബല ധരബല വൈഡബല ഹർത്തരാധ രംധരാധ. ദൂതന്മാർ ഇറങ്ങുന്നു. ഈ പകൽ പ്രാപിക്കാൻ കഴിയുമെങ്കിൽ പ്രാപിച്ചു എന്ന ദൈവം നമുക്ക് കാണിക്കുന്നു. വിവിധ രാജ്യങ്ങളുടെ ഫ്ലാഗുകൾ, വിവിധ രാജ്യങ്ങളുടെ ഫ്ലാഗുകൾ ഈ ആലയത്തിന്റെ മുന്നിൽ ദൈവിക ദൂതന്മാർ നിരത്തി വെക്കുന്നു. ഓ യെസ്, 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 യെസ്.
പ്രാപിക്ക്. ഈ പകൽ നിന്റെ ചരിത്രം പിരിയും. നിന്റെ മേൽ ദൈവത്തിന്റെ വിയോഗം വെളിപ്പെടും. നിന്റെ മേൽ ദൈവത്തിന്റെ വിയോഗം വെളിപ്പെടും. കുടുംബക്കാരിട്ടവ, ദേശക്കാരിട്ടവ, സഭക്കാരിട്ടവ, സമ്മതനമിട്ട പരിമിതികളെ ഫലിക്കുന്ന എമ്മറിയില്ല ഫിലമിന്റെ മാവിനെ ദൈവം തിരിക്കുക. ഫിലമിന്റെ മാവിന്റെ മേൽ അഭിഷേകത്തിന്റെ തീ ഇന്ന് പകൽ വീടുക. ഫിലമിന്റെ ശിരസിന്റെ മേൽ കൈവയ്ക്ക. ആമേൻ. ഇന്ന് പകൽ ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങുന്നുണ്ട്. ഒരു തീ ഈ പകൽ സ്വീകരിക്ക. കുപ്പക്കുന്നുപോലെ ആക്കിക്കളഞ്ഞ ചില കുടുംബങ്ങളെ ദൈവം പണിയുക. ചില കുടുംബങ്ങളെ ദൈവം പണിയുക. ചില തലമുറകളെ ദൈവം പണിയുക. ചില ശുശ്രൂഷകളെ ദൈവം പണിയുക. എന്റെ ദൈവം പറയുന്നു, രാജ്യങ്ങൾ സഭയ്ക്ക് വേണ്ടി മാറ്റിയിടപ്പെടുന്നു. പട്ടണങ്ങളുടെ വാതിലുകൾ ദൈവ തലമുറകൾക്ക് വേണ്ടി ദൈവം ഒരുക്കുന്നു. ഒരു മനുഷ്യന് കണ്ണുകൊണ്ട് കണ്ടിട്ടില്ലാത്ത, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോമാത്ത ബ്ലെസ്സിങ്ങുകൾ ഈ പകൽ ഇറങ്ങി വരികയോ. രാധാരാബാല അർത്ഥരാധരം ശബാല ഹൃദയം കത്തുന്നു. ഹൃദയം നിറയുന്നു. വായിലൂടെ പുറത്തു വരട്ടെ. ഇന്ന് പകൽ പ്രാപിക്ക്. നിന്റെ ഹൃദയത്തിനകത്ത് ഈ പകൽ തീ പിടിപ്പിക്കുക. ഇന്ന് പകൽ നിന്റെ നാവിലൂടെ നിന്റെ തലമുറയെ കുറിച്ചുള്ള, സഭയെ കുറിച്ചുള്ള പ്രവചനങ്ങൾ പുറത്തു വരട്ടെ. എന്നോട് ദൈവാനുഭവം പറയുന്നു, 16 രാജ്യങ്ങളുടെ ഫ്ലാഗുകൾ ആലയത്തിൻ്റെ മുമ്പിൽ നിരത്തി വയ്ക്കുക. നീ ആഗ്രഹിച്ചത് 1, പക്ഷെ ദൈവം തുറക്കുന്നത് 16. എന്നെ ദൈവം വലിയൊരു ചുറ്റളവുള്ള, ചുറ്റുമതിലുള്ള ഒരു വലിയൊരു പ്രോപ്പർട്ടി ദൈവം എന്നെ കാണിക്കുന്നു. അതിൻ്റെ ഫ്രണ്ടിൽ ഒരു മൈൽ സ്റ്റോണിൽ എഴുതിയിരിക്കുന്നു, ചർച്ച് റോഡ് എഴുതിയിരിക്കത്തക്ക നിലവാരത്തിൽ എൻ്റെ ദൈവ സഭയ്ക്ക് വേണ്ടി ഈ പകൽ ചിലവ് ചലിക്കുക.
എന്നോട് ദൈവാത്മാവ് പറയുന്നു, കാലഘട്ടം കഴിയുമ്പോൾ, ചില വർഷങ്ങൾ കഴിയുമ്പോൾ എൻ്റെ ദൈവം ചിലതിനെ പുറത്തെടുക്കും. എൻ്റെ ദൈവാത്മാവ് കാണിക്കുന്നു വലിയൊരു കോംപ്ലക്സ്, വലിയൊരു കോമ്പൗണ്ട്, അതിനകത്ത് 3 ബിൽഡിങ്ങുകൾ, അതിനകത്ത് 1 അല്ല 3 ബിൽഡിങ്ങുകൾ ഉയർന്നു നിൽക്കുന്ന ഒരു വെളിപ്പാട് ദൈവാത്മാവ് എന്നെ കാണിക്കുന്നു. ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ ഒരു ദൂത് കൈമാറാ. ആരൊക്കെ ദൈവത്തെ ചലിപ്പിച്ച് തുടങ്ങിയിട്ടുണ്ട്, ആരുടെയൊക്കെ ആരാധന സ്വർഗത്തെ ചലിപ്പിച്ച് തുടങ്ങിയിട്ടുണ്ട്, ആരുടെയൊക്കെ അന്യഭാഷ സ്വർഗത്തെ ചലിപ്പിച്ച് തുടങ്ങിയിട്ടുണ്ട്, ആരുടെയൊക്കെ കണ്ണുനീർ ദൈവത്തെ ചലിപ്പിച്ചിട്ടുണ്ട്. യേശുവേ, ഷാബറ ഫ്രൈഖബ ഷാറാഥാരൽഖബ റീഖാമനദലഗ എന്നെ കാണിക്കുന്നൊരു വെളിപ്പാട്. ഇതിനകത്ത് നിൽക്കുന്ന 3 വ്യക്തികളുടെ തലയുടെ മുകളിൽ രാജകീയമായ കിരീടങ്ങൾ വന്നു നിൽക്കും. എന്നോട് ദൈവാത്മാവ് പറയുന്നു, ഇന്നിൻ്റെ സ്ഥിതി നോക്കരുത്. ഈ ഓഗസ്റ്റ് മാസത്തിൽ എൻ്റെ ദൈവം ചിലതിനെ തിരിക്കും. മാളകൾ രാജകീയമായ ചിലങ്ങളിൽ ഇരുത്തും. രാജകീയമായ ചിലത് അവരുടെ ജീവിതത്തിൻ്റെ മേൽ ദൈവം കൈമാറും. പ്രിയരെ, ഒറ്റ ദൂത് ഞാൻ പറയട്ടെ. യാക്കോബ് ദൈവത്തെയും മനുഷ്യനെയും മല്ലുപിടിച്ച് ജയിച്ചതുകൊണ്ട് അവൻ ഇനി മുതൽ യാക്കോബല്ല, ഇസ്രായേലായി. ഒരപ്പൻ ഒരു തലമുറയിൽ ദൈവത്തെ മല്ലുപിടിച്ച് ജയിച്ചപ്പോൾ അവരുടെ തലമുറകളെ എൻ്റെ ദൈവം രാജ്യമാക്കി പണിതെങ്കിൽ I encourage you all, ഞാൻ നിങ്ങളെ എൻകറേജ് ചെയ്യുക. ഈ തലമുറയിൽ നമ്മുടെ വാക്കുകൊണ്ട് ദൈവത്തെ ഒന്ന് ചലിപ്പിക്കുക. നീ മാത്രമല്ല, നിന്റെ തലമുറകളും. ഒരേ ഒരായുസേ ഉള്ളൂ. എല്ലാവർക്കും ഭാരമായി വാതുറമ്മ നന്മയല്ല തിന്മ മാത്രം പറഞ്ഞ് ദേശത്തിനോ സഭയ്ക്കോ നാട്ടുകാർക്കോ ഭവനത്തിനോ മക്കൾക്കോ ഗുണമില്ലാതെ ഈ ലോകത്തുനിന്ന് പോകുന്നതിനേക്കാൾ ഈ തലമുറയിൽ വ്യത്യസ്തനായി നിൽക്കുക, ദൈവത്തെ ചലിപ്പിക്ക. യാക്കോബിന്റെ ഒരു പ്രത്യേകതയുണ്ട്. മരണം അവന്റെ മുന്നിൽ കിടക്കുമ്പോഴും യോസേഫ് തൻ്റെ 2 മക്കളെ കൊണ്ടുവരുമ്പോൾ അവൻ വടിയൂന്നി എഴുന്നേറ്റിരുന്നിട്ട് അവരെ അനുഗ്രഹിക്കുക. മക്കളെ ശപിച്ച് ഈ ലോകത്തുനിന്ന് പോകാതെ, മക്കളെ പറ്റി 4 പേരോട് കുറ്റം പറഞ്ഞ് ഈ ലോകത്തുനിന്ന് പോകാതെ, സഭയ്ക്കെതിരെ എന്തോ പറഞ്ഞ് സഭയെ തകർക്കാൻ ശ്രമിച്ച് ഈ ലോകത്തുനിന്ന് പോകാതെ, നീ അനുഗ്രഹിച്ചിട്ട് ഈ ലോകത്തുനിന്ന് പോകണം. നീ അനുഗ്രഹിച്ചിട്ട് നീ ലോകത്തുനിന്ന് പോകണം. നാളുകളിൽ പറയണം, എൻ്റെ അപ്പൻ എനിക്കൊരു അനുഗ്രഹമായിരുന്നു അമ്മ. നിന്റെ തലമുറ സാക്ഷ്യം പറയണം, എൻ്റെ അമ്മയുടെ കണ്ണുനീരാണ് എന്നെ നിർത്തിയതെന്ന് പറയണം.
എന്നെ നിർത്തിയവെന്ന് പറയണം. ഈ കാണുന്ന അനുഗ്രഹങ്ങളെല്ലാം അവര് ദൈവത്തെ ചലിപ്പിച്ചു മാറ്റിയവെന്ന് പറയണം. ദൈവത്തിനും മനുഷ്യർക്കും കൊള്ളാവുന്നവനായി ജീവിക്കണം. എൻ്റെ മുമ്പിൽ സമയമില്ല, ഒറ്റ പദം ഞാൻ പറയട്ടെ. പ്രിയരെ, പാടിയപ്പോഴല്ല യാക്കോബ് ഇസ്രായേലായി മാറിയത്, ദൈവത്തെ ചലിപ്പിച്ചപ്പോഴാ. ഒരു വാക്ക് ഒരു രാജ്യം പുറത്തു വന്നു. ചിന്തിക്കാൻ കഴിയോ? ചിന്തിക്കാൻ കഴിയോ? ചിന്തിക്കാൻ കഴിയോ? അർദ്ധരാത്രിയിൽ ദൈവത്തെ ഒന്ന് ചലിപ്പിച്ചതാ, ഒരു രാജ്യം പുറത്തു വന്നു. വേദപുസ്തകത്തിനകത്ത് 1-2 വാക്കുകളുണ്ട്. എൻ്റെ മുമ്പിൽ 2-3 മിനിറ്റ് ഉണ്ട്. ഞാൻ നിങ്ങളോടത് പറയാം. ഞാൻ പറഞ്ഞില്ല, എനിക്ക് അടുത്ത ആഴ്ച ഇത് പ്രസംഗിക്കാൻ താല്പര്യമില്ല. പുതിയത് കൊണ്ടുവരാം, പുതിയ ദൈവിക ചലനങ്ങൾ തരാം. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരു വ്യക്തിയെങ്കിലും ഇത് പിടിച്ചാൽ ഞാൻ ധന്യനാണ്. എൻ്റെ ജീവിതത്തിനകത്ത് ഈ ദൂത് വെളിപ്പെട്ടാൽ ഞാൻ ശ്രേഷ്ഠനാണ്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? വചനം പറയുന്നു, യാക്കോബിൻ്റെ ഒറ്റ വാക്ക് യാക്കോബ് ഇസ്രായേൽ ആയി മാറി. മത്തായി സുവിശേഷം 15-ാം അധ്യായം നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചാൽ മതി. അവിടെ കാണാൻ കഴിയുന്നൊരു പദമുണ്ട്. ഒരു കനാന്യ സ്ത്രീ, ഒരു ജാതീയ സ്ത്രീ, ആമേ, സോർ സീദോൻ എന്ന സ്ഥലത്തേക്ക് യേശു നടന്നു വരുമ്പോൾ ഒരു കനാന്യ സ്ത്രീ അവൾ ഓടി വരികയാണ്. അവിടെ ലക്ഷ്യം ഒന്നേ ഉള്ളൂ, സൗഖ്യമാക്കുന്നൊരു യേശു ഉണ്ട്. അവളുടെ മകൾ ദീനം പിടിച്ച് വീട്ടിൽ കിടക്കുക. യേശുവിനെ കണ്ടാൽ അവൾക്ക് സൗഖ്യം ലഭിക്കും എന്ന ഒറ്റ കാരണം മാത്രം 15-ാം അധ്യായം നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചാൽ മതി. അതിൻ്റെ 21-ാമത്തെ വാക്യം മുതലാണ്. ആമേൻ. അവിടെ കാണാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. യേശുവിൻ്റെ അടുക്കൽ കനാന്യ സ്ത്രീ യേശുവിൻ്റെ അടുക്കൽ വരുമ്പോൾ യേശു പറയുന്നൊരു കാര്യമുണ്ട്. അപ്പം അമ്മേ, ഞാൻ മക്കൾക്ക് മാത്രമേ കൊടുക്കത്തുള്ളൂ. അപ്പം ഞാൻ മക്കൾക്ക് മാത്രമേ കൊടുക്കത്തുള്ളൂ. അതുകൊണ്ട് നീ വിളിക്കുന്നിടത്ത് വരാൻ എനിക്ക് പറ്റില്ല. പക്ഷെ ആ ജാതീയ സ്ത്രീയുടെ ഒരു മറുപടി കേൾക്കോ? കർത്താവേ, അപ്പം മക്കൾക്കുള്ളതാണെങ്കിലും മേശയിൽ നിന്ന് വീഴുന്ന അപ്പനുറക്കുകൾ നായ്ക്കുട്ടികൾക്കുള്ളതല്ലയോ? ഹല്ലേലൂയ. അപ്പം മക്കൾക്കുള്ളതാ. പക്ഷേ ആ അപ്പം ഭക്ഷിക്കുമ്പോൾ അവരുടെ കയ്യിൽ നിന്ന് വീഴില്ലേ അപ്പനുറുക്ക്? അപ്പം നായ്ക്കുട്ടികൾക്ക് ഉള്ളവല്ലയോ? ഈ വാക്ക് കേട്ടപ്പോൾ സ്വർഗം ചലിച്ചു. ദൈവത്തിന്റെ മറുപടി, സ്ത്രീയേ, നിന്റെ വിശ്വാസം വലുത്. ആമേൻ. അവള് പറഞ്ഞില്ല, കർത്താവേ നീ വരണം, അപ്പം തന്നേ പറ്റൂ. അവള് പറഞ്ഞത്, അപ്പം വേണ്ട, മേശയിൽ നിന്ന് വീഴുന്ന ഒരപ്പം നുറുക്കു മതി. അത് നായ്ക്കുട്ടികൾക്കുള്ളതല്ലേ? ഞാൻ അങ്ങയുടെ മക്കളല്ല, ഞാൻ ജാബിയ എന്നൊരു നായ്ക്കുട്ടിയെങ്കിലും കണക്കാക്കി എന്നെ അമ്മ വിടുവിക്കണേ. മനസ്സിലായോ? അവളുടെ വാക്കിന് മുമ്പിൽ സ്വർഗം പറയുക, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുത്, നീ വീട്ടിൽ പോയിക്കൊള്ളുക, നിന്റെ മകൾ സൗഖ്യമായി കഴിഞ്ഞു. ഒറ്റ വാക്ക് ദൈവത്തെ ചലിപ്പിച്ചു. ദൈവം പറഞ്ഞു, അപ്പം മക്കൾക്കുള്ളതാ. അവള് പറഞ്ഞു, അപ്പം നുറുക്കുന്ന നായ്ക്കുട്ടികൾക്കുള്ളതാ. അപ്പം വേണ്ട, അപ്പം നുറുക്ക് മതി. അവളോട് പറഞ്ഞു, വീട്ടിൽ പോയിക്കോ, സൗഖ്യമായി അവിടെ. ഇത്രയേ ഉള്ളൂ. അവളുടെ ജീവിതം മാറി.
നിന്ന് പ്രസംഗിക്കേണ്ട, ഒരു വ്യക്തിയും കൂടെ പരിചയപ്പെടുത്താറുണ്ട്. അതുകൊണ്ട് ഓടാം നമുക്ക്. അമ്മൻ അടുത്ത് വചനം പറയുന്നു. അതേ അധ്യായം കഴിഞ്ഞ് 16-ാമത്തെ അധ്യായം എത്തിയപ്പോൾ, ഫിലിപ്പിൻ്റെ കൈസറി എത്തിയപ്പോൾ ദൈവം ചോദിക്കുന്നു, ശിഷ്യന്മാരെ 12 പേരെയും വിളിച്ചു ചേർത്തിട്ട് ചോദിക്കുന്നു, ആമേ ഈ ജനം എന്നെക്കുറിച്ച്, നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? 16 നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചാൽ മതി. 13 മുതൽ 13 മുതലുള്ള വാക്യം വീട്ടിൽ പോയി വായിച്ചാൽ മതി. അവിടെ കാണാൻ കഴിയുന്നു. മത്തായി 16:13 പറയുന്നു, ഈ ജനം എന്നെക്കുറിച്ച് എന്ത് പറയുന്നു? ശിഷ്യന്മാർ ഓടി വന്നിട്ട് പറയുക, ചിലർ യോഹന്നാൻ എന്ന് പറയുന്നു, ചിലർ ഇരമ്യാവ് എന്ന് പറയുന്നു, ചിലർ ഏലിയാവ് എന്ന് പറയുന്നു. 3 സ്റ്റേറ്റ്മെന്റ്. ചിലർ യോഹന്നാൻ, ചിലർ ഏലിയാവ്, ചിലർ ഇരമ്യാവ്. അടുത്ത് ചോദിച്ചു, നിങ്ങൾ എന്നെക്കുറിച്ച് എന്നും പറയുന്നു. 12 എണ്ണം നിൽക്കുക. ശ്രദ്ധിക്കണേ, 12 എണ്ണം നിൽക്കുക. ഇന്ന് നമ്മൾ 100-100ഓളം പേര് ഇതിനകത്തുണ്ട്. ഹലോ ഈ ദൂത് എത്ര പേർ സ്വീകരിക്കുമെന്ന് ഇത് മനസ്സിലാവുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. 12 പേർ നിൽക്കുക. ഈ ചോദ്യം ചോദിച്ചു, എടാ നിങ്ങൾ എന്നെക്കുറിച്ച് ആരെന്ന് പറയുന്നു? യോഹന്നാനും യാക്കോബും അന്ത്രയോസും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക. യൂദയാണെങ്കിൽ പണപ്പെട്ടിയും പിടിച്ച്, അയ്യോ പണമൊക്കെ ഉണ്ടോ? ഇവരെല്ലാം അങ്ങോട്ട് നോക്കുമ്പോൾ അവന്റെ നടുവിൽ നിന്ന് ഒരുത്തൻ ചാടി എഴുന്നേറ്റിട്ട് പറയുക, കർത്താവേ, നീ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് ഞാൻ അറിയുന്നു. മനസ്സിലായോ? 12 എണ്ണത്തിനോട് ചോദിച്ചതാ, പക്ഷെ അവരാരും മിണ്ടിയില്ല. പക്ഷെ അവന് മനസ്സിലായി, ഇതാ സമയം, ഇതാ ദൈവം ചലിക്കുന്ന സമയം. അവന്മാർക്കറിയാത്ത വെളിപ്പാട് ദൈവത്തിൽ നിന്ന് പ്രാപിച്ചു പറഞ്ഞു, എന്നെ ചലിപ്പിക്കും. മനസ്സിലായോ? വചനം പറയുന്നു, പത്രോസ് ചാടി മുന്നിൽ വന്നു. വന്നിട്ട് പറഞ്ഞു, കർത്താവേ, നീ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. അടുത്ത ചോദ്യം, ബർജോനായ ശീമോനേ, നീ എന്നെക്കുറിച്ച് ആരെന്ന് പറയുന്നു? വീണ്ടും ചോദ്യം, യോഹന്നാന്റെ മകനായ ശീമോനേ, നീ എന്നെക്കുറിച്ച് ആരെന്ന് പറയുന്നു? അവൻ ഒരു പേടിയില്ല. 12 എണ്ണം പറഞ്ഞില്ലെങ്കിലും ഞാൻ പറഞ്ഞത് ശരിയെന്ന് പറഞ്ഞതുപോലെ അവൻ ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞു, കർത്താവേ, അത് തന്നെ, നീ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. ദൈവം യേശു എന്ന പദം മാത്രമാണ്, അല്ലെങ്കിൽ യേശു എന്ന വെളിപ്പാട് മാത്രമാണ് അതുവരെ ഉണ്ടായിരുന്നത്. യേശു ക്രിസ്തു എന്ന, യേശു അഭിഷിക്തനായ എന്ന വെളിപ്പാട് ഇതുവരെ ആരുടെ മേലുമില്ല. പക്ഷെ പത്രോസ് അത് ഏറ്റെടുത്തിട്ട് പറയുകയാണ്, നീ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്, നീ അഭിഷിക്തനാണ്. ദൈവം പറയുന്ന മറുപടി, എടാ, ഇത് ജഡരക്തങ്ങളല്ല നിനക്കിത് വെളിപ്പെടുത്തിയത്, സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് നിനക്ക് ഇത് വെളിപ്പെടുത്തി. ശ്രദ്ധിക്കണേ, അവിടെ ഒരു പദമുണ്ട്. ഇത് പറഞ്ഞപ്പോൾ ദൈവം ചലിച്ചു. അതുവരെ ദൈവം വിളിച്ചത് ബർജോനായ ശീമോനെ. ശീമോൻ എന്ന വാക്കിനർത്ഥം ഞാങ്ങണ എന്ന് പറഞ്ഞാൽ കാറ്റ് എങ്ങോട്ടടിക്കോ അങ്ങോട്ട് വീഴും. ഇവിടെ നിന്ന് കാറ്റടിച്ച അവിടെ കിടക്കും, അവിടെ നിന്ന് കാറ്റടിച്ച ഇപ്പുറത്ത് വീഴും എന്ന് പറഞ്ഞാൽ സ്ഥിരതയില്ല. ജീവിതത്തിനകത്ത് ഒരു സ്ഥിരതയില്ല. പക്ഷെ ദൈവം പറയുക, ഈ വെളിപ്പാട് ദൈവത്തിന്റെ മുഖം നോക്കി, യേശുവിന്റെ മുഖം നോക്കി പത്രോസ് ശീമോൻ പറഞ്ഞു. അതാണ് കറക്റ്റ്. ശീമോൻ പറഞ്ഞപ്പോ ദൈവം പറയുക, ശീമോനെ, നീ ഇനി ശീമോനല്ല, നീ ഇനി പത്രോസ് ആകുന്നു. പത്രോസ് എന്ന വാക്കിനർത്ഥം റോക്ക്. നീ പാറയാണ്. ഇന്നലെ വരെ ശീമോനായിരുന്നു. ഈ വെളിപ്പാട് പറഞ്ഞതുകൊണ്ട് നീ ശീമോനല്ല, നിന്റെ ചരിത്രം തിരിയുന്നു. നീ പത്രോസ് ആകുന്നു. ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ, മനസ്സിലായവരുണ്ടെങ്കിൽ ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയൂ. പാതാള ഗോപുരങ്ങൾ ശീമോൻ ഒന്നും പറഞ്ഞില്ല. കർത്താവേ, നീ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു, ദൈവമാണടാ നിനക്ക് ഈ വെളിപ്പാട് തന്നത്. അതുകൊണ്ട് നീ എന്നെ ചലിപ്പിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഇനി നീ ഞാങ്ങണയല്ല, നീ ഇനി പാറയാണ്. ഈ പാറമേൽ ഞാൻ എൻ്റെ പാതാള ഗോപുരങ്ങൾ
അതിനെ ജയിക്കുകയില്ല. അവിടം കൊണ്ട് തീർന്നില്ല. ശീമോനോട് പറയുക, നീ എന്നെ ചലിപ്പിച്ചത് കൊണ്ട് നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം, നീ ഭൂമിയിൽ അടിക്കുന്നതെല്ലാം, നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം, നീ ഭൂമിയിൽ അടിക്കുന്നതെല്ലാം, ഇന്ന് പകൽ മനസ്സിലായോ? 12 എണ്ണം നിൽക്കുമ്പോ എന്റെ ദൈവം ഒരുവനെ മാത്രം അധികാരത്തെ ശബരബരധരകൾ കബരദലകടകൾ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. പ്രിയരെ, അന്നൊരു വെളിപ്പാട് കിട്ടി ദൈവത്തെ ചലിപ്പിച്ചതാ. ഇന്നും പത്രോസിന്റെ കസേരയ്ക്ക് വേണ്ടി പിടിയാ. ഹലോ, ഇന്നും പത്രോസിന്റെ കസേരയ്ക്ക് വേണ്ടി നിങ്ങൾക്കൊന്നും മനസ്സിലായില്ല. ആമേൻ. ഇന്നും പിടിയാ. ചിലർ പറയുന്നു ഞങ്ങളുടെ പാരമ്പര്യമാണ്, ചിലർ പറയുന്നു അവരെ പാരമ്പര്യമാണ്. ഏത് പാരമ്പര്യമായാലും ഒന്ന് ഞാൻ പറയാം, മാളിക മുറിക്കകത്തുനിന്ന് പുറത്തിറങ്ങി ഒറ്റ പ്രസംഗം 3000 എണ്ണം ദൈവജനത്തിൽ സ്നാനപ്പെട്ടു, സഭയുടെ അടിസ്ഥാനമിട്ടു. ദൈവം പത്രോസിനെ ശക്തമായി ഉപയോഗിക്കാൻ തുടങ്ങി. എന്തുകൊണ്ട്? അവൻ്റെ വാക്ക് ദൈവത്തെ ചലിപ്പിച്ചു. അവൻ്റെ വാക്ക് ദൈവത്തെ ചലിപ്പിച്ചു. സുന്ദരമെന്ന ദേവാലയത്തിൻ്റെ മുൻപിൽ ജന്മനാൽ മുടന്തനായ മനുഷ്യൻ ഇരിക്കുക. അവൻ വല്ലവും കിട്ടുമെന്ന് പറഞ്ഞ് പത്രോസിനെ നോക്കുക. പത്രോസിനോട് ദൈവം പറഞ്ഞത്, നീ ഭൂമിയിൽ അടിക്കുന്നത്, നീ ഭൂമിയിൽ കെട്ടുന്നത്. ഇതും കൊണ്ട് പത്രോസ് പോകുക. പത്രോസ് പറയട, എനിക്ക് നിനക്ക് തരാം വെള്ളിയും പൊന്നും ഒന്നും എനിക്കില്ല, പക്ഷെ ഒരു വെളിപ്പാടിൽ ദൈവം ചലിച്ചപ്പോ എനിക്കൊരു അധികാരം തന്നോ. നസ്രേനായ യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് കിടക്കയെടുത്തു. ഇന്ന് പകൽ ആത്മാവിൽ പിടിക്കണോ, ദൈവത്തെ ചലിപ്പിക്കും മനസ്സഭ എഴുന്നേറ്റ് വരട്ടെ. ഒരു നിമിഷം ചാടി ഒന്ന് എഴുന്നേൽക്കാമോ? നമ്മൾ ദൈവത്തെ സ്തുതിക്കാമോ?